നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ നോക്കി ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഒരുമിച്ച് ഈ തരുണത്തിൽ കർത്താവേ ഈ സന്ധ്യാസമയം കൂട്ടിവരുത്തിയല്ലോ. അതേ കർത്താവേ, എന്തെല്ലാം മുൻഗണനകളിലെ പ്രയോറിറ്റീസിൽ ഞങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളിലേക്ക് പോകാമായിരുന്നു എന്നാൽ അവിടുത്തെ നിത്യമായ വചനം, അതേ കർത്താവേ, ആകാശവും ഭൂമിയും നീങ്ങിപ്പോയാലും നീങ്ങിപ്പോകാത്തതായിട്ടുള്ള അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഒരുമിച്ച് ഒരു ഹൃദയത്തോടെ ആത്മാവിലെ വലിയ ദാഹത്തോടെ അങ്ങേ നോക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന സാവകാശത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണം, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം. ഞങ്ങളുടെ എല്ലാ ആകുല ചിന്തകളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവെ നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളും എല്ലാം കർത്താവെ എല്ലാ ഭാരങ്ങളും അവിടുത്തെ മേലെ ഞങ്ങൾ ഇട്ട് തരുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും ഒരിക്കൽ കൂടെ കഴുകണം. ഞങ്ങളെ തന്നെ പൂജ്യമായിട്ട് ഒരു സീറോ-ആയിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, സ്നേഹത്താൽ, സന്തോഷത്താൽ, പ്രത്യാശയാൽ, സ്വസ്ഥതയാൽ ഞങ്ങളെ നിറച്ചാട്ടെ. ഞങ്ങൾക്ക് കർത്താവെ ആ ബദനയിലും അറേഞ്ച് ചെയ്തതുപോലെ അങ്ങയുടെ കാൽക്കലോട് ചേർന്നിരുന്ന് അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും കേൾപ്പാൻ, ആ വചനത്താൽ ജീവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവെ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ വചനം തന്നെ നിത്യജീവന മൊഴികളെ തന്നെ ഞങ്ങൾക്ക് കേൾപ്പിക്കണം. കർത്താവെ, ആ ജീവജലത്തിൻ്റെ നദികളെ അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് ഓരോരുത്തരിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. നമ്മൾ വെളിപാട് പുസ്തകം മാസങ്ങളായിട്ട് നമ്മൾ വെളിപാട് പുസ്തകം ചിന്തിച്ച് ദൈവം സഹായിച്ച് ഇപ്പോൾ നമ്മൾ 16-ാം അധ്യായം ഇന്ന് നമുക്ക് ദൈവം സഹായിച്ച് തുടങ്ങാൻ പറ്റുമല്ലോ. 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. വെളിപാട് അധ്യായത്തിൻ്റെ ഡിവിഷൻസൊക്കെ, അധ്യായത്തിൻ്റെ വേർതിരിവൊക്കെ അധ്യായങ്ങളായിട്ട് വേർതിരിച്ചതൊക്കെ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ്. എങ്കിൽ പോലും നമുക്ക് നമ്മളുടെ റെഫറൻസിനും ഓരോ വേഴ്സ് റെഫർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു കൺവീനിയൻസിനായിട്ടാണ് അധ്യായങ്ങളായിട്ടും ഓരോ വാക്യങ്ങളായിട്ടും ഒക്കെ ഇത് വചനം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വചനം എഴുതപ്പെട്ട സമയത്ത് യോഹന്നാൻ ഇവിടെ വെളിപാട് പുസ്തകം അന്ന് അവിടെ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ 95-96 AD എഴുതുമ്പോൾ ഒറ്റ ലെറ്ററായിട്ടാണ്, ഒറ്റ ഒരു ലേഖനമായിട്ടാണ് വെളിപാട് പുസ്തകം അല്ലെങ്കിൽ ഓരോ പുസ്തകങ്ങളും അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. പിന്നീടാണ് വേഴ്സ് ഡിവിഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ 22 അധ്യായങ്ങൾ നമുക്ക് വെളിപാട് പുസ്തകത്തിലുണ്ട്. അതിൻ്റെ 15 അധ്യായങ്ങൾ നമ്മൾ കഴിയാൻ ദൈവം സഹായിച്ചു. നമ്മൾ അതിൻ്റെ ഒരു രത്നച്ചുരുക്കമായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഇൻട്രഡക്ഷൻ എങ്കിലും യേശു കർത്താവ് യോഹന്നാന് നൽകിയ വെളിപ്പാട് പത്മോസ് ദ്വീപിൽ താൻ പീഡനത്തിൽ ഉപദ്രവത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ ആ ഒരു മധ്യധരണ്യാഴി, മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെ ഇടയ്ക്കുള്ള നമ്മളുടെ ഭൂഖണ്ഡങ്ങളൊക്കെ മാപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള ആ മധ്യധരണ്യാഴിയുടെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഏജിയൻ കടൽ, ഏജിയൻ സീയിലുള്ള ഒരു റോക്കി ബാരൻ ഐലൻഡാണ് ഏജിയൻ കടൽ എന്ന് പറയുന്നത്. അതൊരു ഈ മധ്യധരണ്യാഴിയുടെ ഒരു ഇലോങ്ങേറ്റഡ് എംബേയ്മെൻറ്റ് മാതിരി മധ്യധരണ്യാഴിയുടെ ഒരു ഭാഗമായിട്ട് ഈ ഏജിയൻ കടൽ വരുന്നത്. ആ ഏജിയൻ കടലിലുള്ള ഒരു പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ഊഷരഭൂമിയായിട്ടുള്ള ഒരു ദ്വീപാണ് ഈ പത്മോസ് ദ്വീപ്. ആ പത്മോസ് ദ്വീപിൽ താൻ നാടുകടത്തപ്പെട്ടു. 90-ലേറെ വയസ്സുണ്ടായിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ, 90-ലേറെ വയസ്സുള്ള ഒരാൾ ഒരു ഏകാന്തമായിട്ടുള്ളൊരു ദ്വീപിൽ നാടുകടത്തപ്പെടുമ്പോൾ ഉള്ള ആ ഒരു വലിയ പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അവിടെ ഒരു പരാതിയോ പ്രവൃത്തിയോ ഇല്ലാതെ താൻ പിതാവിൻ്റെ മുൻനിർണയപ്രകാരം ദൈവം നമുക്കായിട്ട്, നമ്മൾ കഴിഞ്ഞ ആഴ്ച മോളി സിസ്റ്റർ ആ വാക്യം 1 തെസ്സലോനിയർ 3-ലെ ആ വാക്യം വായിച്ചതുപോലെ 1 തെസ്സലോനിയർ 3-ാം അധ്യായത്തിൽ അവിടെ പൗലോസ് തെസ്സലോനിയർക്ക് എഴുതിയ വിശ്വാസികളോട് ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3-ന്റെ 3 സോ ദാറ്റ് നോ വൺ വുഡ് ബി ഡിസ്റ്റർബ്ഡ്, അത് കഷ്ടം അനുഭവിക്കുവാൻ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ നിയമനം കിട്ടി, എന്തെങ്കിലുമൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന ആളാകാൻ, എനിക്ക് ഇന്ന ആളായിട്ട് ഇന്ന ഓഫീസറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി, ഡോക്ടറായിട്ട് അല്ലെങ്കിൽ ഇന്ന ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഇന്ന ക്ലർക്കായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി എന്ന് പറയുന്ന പോലെ ഒരു നിയമനം, ദൈവത്തിൻ്റെ ഒരു നിയമനം വരുക. എന്താ നിയമനം എന്ന് ചോദിച്ചാൽ കഷ്ടം അനുഭവിക്കാൻ. അത് ദൈവമക്കൾക്ക് കർത്താവ് തന്നെ പറഞ്ഞത്, ലോകക്കാർക്കായാലും ദൈവമക്കൾക്കായാലും എല്ലാം ലോകത്ത് കഷ്ടമുണ്ട്. ദൈവമക്കൾക്ക് കർത്താവിനെ പിന്തുടരുന്നതിൻ്റെതായ ആ ഒരു ജഡത്തിലെ കഷ്ടവും കർത്താവിൻ്റെ ആ ഒരു ക്രൂസിൻ്റെ ഒഫൻസും അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ കഷ്ടങ്ങളും ഉണ്ട്. അങ്ങനെ അത് കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. 4-ാമത്തെ വാക്യം 1 തെസ്സലോനിയർ 3-ന്റെ 3-4 നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടി ഇരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ആ ഒരു മുൻകൂട്ടി അവരോട് പറഞ്ഞു. പിന്നെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പം കടന്നു പോകുന്നത് എന്നുള്ളൊരു കാര്യം. അങ്ങനെ ആ ഒരു ദൈവമക്കൾക്ക്
നമ്മൾ കർത്താവിന് വേണ്ടി സത്യസന്ധമായിട്ടും ദൈവത്തിനായിട്ട് വേറെ പാരമ്പര്യങ്ങൾക്ക് കൂട്ടത്തിലോ പാപത്തിൻ്റെ കൂടെയൊന്നും നമ്മൾ പോകാതെ ലോകത്തോട് കലരാതെയൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ പലരുടെ എതിർപ്പും പരിഹാസവും നിന്നയും ഒറ്റപ്പെടുത്തലും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. സാത്താന് നമ്മളോട് കൂടുതൽ ദേഷ്യമായിരിക്കും. അപ്പം അതുകൊണ്ട് അവൻ്റെ ഒന്നാം നമ്പർ ടാർഗറ്റ് ആയിരിക്കും ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള പൂർണ്ണ ഹൃദയത്തോടെയുള്ള ദൈവമക്കൾ. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ നിരാശപ്പെടുത്താനോ വീഴ്ത്താനോ ഒന്ന് നമ്മളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനോ ദേഷ്യപ്പെടുത്താനോ ഒക്കെ ആയിട്ട് അവർ പല രീതിയിൽ കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് സാത്താനും കിങ്കരന്മാരും ഒക്കെ. അപ്പം ദൈവം എല്ലാം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അവിടെ പത്മോസ് ദ്വീപിലായിരുന്നപ്പം ആ വന്യവയോധികനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ താൻ ദൈവം അറിയാതെ അനുവദിക്കാതെ തൻ്റെ ജീവിതത്തിലൊന്നും സംഭവിച്ചിട്ടില്ലെന്നുള്ള ആ ഒരു വലിയ താഴ്മയിൽ തന്നെ ദൈവമുമ്പാകെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ കർത്തൃ ദിവസത്തിൽ, ഞായറാഴ്ച ദിവസമാണ് കർത്തൃ ദിവസം എന്ന് നമ്മൾ സാധാരണ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ദിവസവും കർത്താവിൻ്റെ ദിവസം, ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം, അതുകൊണ്ട് നാം സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ എന്ന് നമ്മൾ സങ്കീർത്തനം 118 23-24 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദി ലോർഡ് ഹാസ് മെയ്ഡ്, വിൽ ബി ഗ്ലാഡ് ആൻഡ് റിജോയ്സ് ഇൻ ഇറ്റ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ദിവസവും കർത്താവിൻ്റെ ദിവസം തന്നെ. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം ഞായറാഴ്ച 8ാമത്തെ ദിവസം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന് 1-ാം ദിനം ആയതുകൊണ്ട് ആദ്യകാലത്ത് ക്രിസ്ത്യാനികളൊക്കെ അവർ ഞായറാഴ്ച അവർ കൂടി വരാൻ ഇടയായതുള്ള കാര്യമൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20:7 വായിക്കുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം അങ്ങനെ ഞായറാഴ്ച ദിവസമായിരിക്കാം താൻ ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ അനുഭവത്തിലൂടെ ആത്മാവിലായിരുന്ന സമയത്ത് യേശുവിൻ്റെ ഒരു വെളിപ്പാടുണ്ടാകുന്നത് 1-ാം അധ്യായത്തിലും 2-3 അധ്യായത്തിൽ അന്നത്തെ 7 ഇന്നത്തെ തുർക്കി പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ഏഷ്യ മൈനർ എന്ന് പറയുന്ന ആ സ്ഥലം, ഇന്നത്തെ തുർക്കി പ്രദേശം, അവിടെ ഉണ്ടായിരുന്ന 7 സഭകളുടെ ആത്മീയാവസ്ഥ, അത് ആ 7 സഭകളുടെ ആത്മീയാവസ്ഥ, അതിൻ്റെ ആ ആത്മീയാവസ്ഥകളുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ് ഇന്നും ഏതൊരു സഭ ആത്മീയാവസ്ഥ നോക്കിയാലും ഈ 7 സഭകളുടെ ഏതെങ്കിലും ആത്മീയാവസ്ഥയുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്നുവെച്ചാൽ അതിൻ്റെ പല പല വകഭേദങ്ങളായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും സഭകളുടെ അവസ്ഥ. അത് നമ്മളുടെ കൂട്ടായ്മയുടെ അവസ്ഥ മുമ്പാകെ ദൈവം എങ്ങനെയാണ് കാണുന്നതെന്നുള്ള കാര്യം, ആത്മാവിൽ കണ്ട ആ കാര്യങ്ങളിൽ നിന്ന് പല പാഠങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ 4-ാം അധ്യായത്തിൽ സ്വർഗ്ഗത്തിലൊരു തുറന്ന വാതിൽ താൻ കാണുന്നു, സ്വർഗ്ഗത്തിൽ പിതാവിനെ ആരാധിക്കുന്നതായിട്ട് 4-ാം അധ്യായത്തിൽ പുത്രനെ ആരാധിക്കുന്നതായിട്ട് 5-ാം അധ്യായത്തിൽ പുത്രൻ പിതാവിൻ്റെ കയ്യിൽ നിന്നുള്ള മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം, ഭൂമിയുടെ ആധാരം എന്നുള്ള ഭൂമിയുടെ മേൽ വരാനിരിക്കുന്ന ന്യായവിധികളെക്കുറിച്ച് പരാമർശിക്കുന്ന ആ മുദ്രയിടപ്പെട്ട പുസ്തകം യേശു കർത്താവിന് മാത്രമേ യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ തുറക്കാനായിട്ട്. കർത്താവ് തുറക്കുമ്പോൾ അതിൻ്റെ മുദ്രകൾ ഓരോന്നായിട്ട് പൊട്ടിക്കുമ്പോൾ അവസാന കാലത്തുള്ള ഓരോ സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ എതിർ ക്രിസ്തു വെളിപ്പെടുന്നു. പിന്നീട് യുദ്ധം, ക്ഷാമം, മരണങ്ങൾ, പിന്നീട് 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴത്തേക്കും മഹോപദ്രവം, പിന്നെ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് കർത്താവിൻ്റെ 2-ാമത്തെ വരവ്, കർത്താവിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ളൊരു സൂചനയും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുന്നതോടൊപ്പം തന്നെ ശേഷിപ്പായിട്ട് ഉണ്ടായിരുന്ന ഭക്തരായ യഹൂദന്മാർ 144,000 യഹൂദന്മാരെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കേണ്ടതിനായിട്ട് ദൈവം മുദ്രയിടുന്ന കാര്യമൊക്കെ 7-ാം അധ്യായത്തിൽ ആദ്യത്തെ 8 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. പിന്നീട് കർത്താവിൻ്റെ വരവോടെ സഭ നിത്യമായിട്ട് അനുഭവിക്കുന്ന ആ ഒരു ആശ്വാസത്തെക്കുറിച്ചൊക്കെ 9 മുതലുള്ള വാക്യങ്ങൾ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ന്യായവിധി, മഹോപദ്രവം, സാത്താൻ്റെ ക്രോധം, അത് 5-ാമത്തെ മുദ്രയിൽ നടക്കുന്നു. 6-ാമത്തെ മുദ്രയിൽ സഭ എടുക്കപ്പെടുന്നത് ഉൽപ്രാപണമെന്നോ ട്രാപ്സർ എന്നൊക്കെയുള്ള പേരിലൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ആ ഒരു കാര്യം. പിന്നീട് സഭ എടുക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടുന്നു. അത് 7-ാമത്തെ മുദ്രയിലാണ്. 7-ാമത്തെ മുദ്രയിൽ 7 കാഹളങ്ങളുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 7 കാഹളങ്ങളോട് ഏകദേശം ഒത്തായിട്ടാണ് നമ്മളിപ്പം 16-ാം അധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന 7 കലശങ്ങൾ, വയൽസ് ഓഫ് റാത്ത് അല്ലെങ്കിൽ ബൗൾസ് ഓഫ് റാത്ത്, കലശങ്ങൾ, ക്രോധ കലശങ്ങൾ. അത് ആദ്യത്തെ 4 കലശങ്ങൾ എസ്പെഷ്യലി അത് ഈ 4 കാഹളങ്ങളോട് ചേർന്ന് വരുന്നതായിട്ട് അതിൻ്റെ എഫക്ട്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനോട് ചേർന്ന് വരുന്ന, അതായത് ഈ കാഹളങ്ങൾ, ഈ 1-ാമത്തെ കാഹളം ഊതുമ്പോഴായിരിക്കണം 1-ാമത്തെ ക്രോധകലശം ഒഴിക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിൻ്റെ എഫക്ട്സ് നമ്മൾ 8-ാം അധ്യായവും 16-ാം അധ്യായവും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ 4 കാഹളങ്ങളെക്കുറിച്ച്
8-ാം അധ്യായത്തിലും പിന്നെ 5-6 കാഹളങ്ങളെക്കുറിച്ച് 9-ാം അധ്യായത്തിലും 7-ാമത്തെ കാഹളങ്ങളെക്കുറിച്ച് 11-ാം അധ്യായത്തിന് 15 മുതൽ നമ്മൾ വായിക്കുന്നത്. അവിടാണ് കർത്താവ് രാജ്യത്വം ഏറ്റെടുത്ത സഹസ്രാബ്ദ വാഴ്ച 1000 വർഷക്കാലം ഒരു ഭരണം ഭൂമിയിൽ തുടങ്ങുന്ന ഒരു കാര്യം വായിക്കുന്നത്. 10-ാം അധ്യായത്തിൽ ഈ മുദ്രയിടപ്പെട്ട പുസ്തകം, മുദ്രയൊക്കെ തുറന്ന ആ പുസ്തകമായിട്ട് അവിടെ കാണപ്പെടുന്നു. ദൂതൻ ദൈവത്തെ വിളിച്ച് ആണയിടുന്നു, ദൈവം പറഞ്ഞതെല്ലാം നിവൃത്തിയാകുമെന്ന് പറഞ്ഞ് ആണയിടുന്ന കാര്യം 6-7 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അനന്തരം ആ പുസ്തകം യോഹന്നാനെ ഭക്ഷിക്കാൻ കൊടുക്കുന്നതും യോഹന്നാൻ ഭക്ഷിച്ചത് വീണ്ടും പ്രവചിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. 11-ാം അധ്യായം മുതൽ വീണ്ടും യോഹന്നാൻ പ്രവചിക്കുന്ന കാര്യങ്ങൾ. അവസാന കാലത്ത് കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷക്കാലം 2 സാക്ഷികൾ, മോശയുടെ ഏലിയാവിൻ്റെയും ശുശ്രൂഷയുടെ ആത്മാവിലുള്ള ശുശ്രൂഷയെ ഓർപ്പിക്കുന്ന തരത്തിലുള്ള ശുശ്രൂഷയാണ് ഈ അവസാന കാലത്തുള്ള 2 സാക്ഷികൾക്ക് ഉണ്ടാകുന്ന ശുശ്രൂഷ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 11-ാം അധ്യായത്തിന് ആദ്യത്തെ 13 വാക്യങ്ങളിലൊക്കെ കണ്ടു. അതിനുശേഷം നമ്മളിപ്പം പറഞ്ഞ 7-ാമത്തെ കാഹളം കർത്താവ് രാജ്യത്ത് സ്ഥാപിക്കുന്നു. 12-ാമത്തെ അധ്യായത്തിൽ ഇസ്രയേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ട് ഇസ്രയേലിൻ്റെ സന്തതിയായിട്ടുള്ള കർത്താവിനെ ഒടുക്കി കളയാൻ വേണ്ടിയുള്ള സാത്താൻ്റെ വൃഥാശ്രമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നു. സാത്താനെതിരായിട്ട് മിഖായേലിൻ്റെ നേതൃത്വത്തിലുള്ള ദൂതസൈന്യം സാത്താനെതിരെ യുദ്ധം ചെയ്ത് കർത്താവ് വരുന്നതിൻ്റെ 3.5 വർഷക്കാലത്തിന് തൊട്ട് മുമ്പ് സാത്താനെ 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുന്നു. സാത്താൻ വലിയ അണയാൻ പോകുന്ന തിരി ആളിക്കത്തുന്നുള്ള നിലയിൽ തനിക്ക് കുറച്ച് സമയമുള്ളൂ എന്നറിഞ്ഞ് 12-ാമത്തെ വാക്യം 12-12 തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ദൈവം ഇസ്രായേലിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇസ്രായേലിനെ ദൈവം എയർലിഫ്റ്റ് ചെയ്തെന്ന വണ്ണം 2 കഴുകന്മാരുടെ ചിറകുകളിൽ നിന്ന് നമ്മളവിടെ വായിക്കുന്ന 14-ാമത്തെ വാക്യത്തിൽ വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. ഒരുപക്ഷെ എയ്റോപ്ലെയിനിൽ എവിടെയോ ദൈവം ഇസ്രായേൽ ജനത്തെ എവിടെയോ കൊണ്ട് പോഷിപ്പിക്കുന്ന ഒരു കാര്യം 3.5 വർഷക്കാലം പോറ്റി രക്ഷിച്ചു എന്നുള്ള കാര്യം 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. എന്ന് ഇസ്രായേലിനെ കിട്ടാതായപ്പോഴത്തേക്കും പിന്നെ ശേഷിപ്പുള്ള സന്തതികളായിട്ടുള്ള ഇസ്രായേലിൻ്റെ ശേഷിപ്പുള്ള സന്തതികളായിട്ടുള്ള ആത്മീയ മക്കളായിട്ടുള്ളവരാണ് സഭ. ആ സഭയിലേക്ക് അവൻ ആക്രമിക്കാൻ വരുന്നതാണ് 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. പിന്നെ 13-ാമത്തെ വാക്യത്തിൽ 2 മൃഗങ്ങളെ കാണുന്നു. ബീസ് നമ്പർ 1, ബീസ് നമ്പർ 2. അത് എതിർ ക്രിസ്തു. നമ്മളിപ്പം ആരെങ്കിലും മനുഷ്യരെ മൃഗമെന്ന് വിളിച്ചാൽ മാനനഷ്ട കേസ് കൊടുക്കുന്ന ദൈവാത്മാവ് ഇവിടെ എതിർ ക്രിസ്തുവിനെ മൃഗമെന്നാണ് വിളിച്ചിരിക്കുന്നത്. അവൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവനൊരു മൃഗത്തിൻ്റെ സ്വഭാവം, മൃഗം പോലും ചിലപ്പോൾ മാനനഷ്ട കേസ് കൊടുക്കത്തക്ക വണ്ണമുള്ള സ്വഭാവമാണ് യഥാർത്ഥത്തിൽ എതിർ ക്രിസ്തുവിനും കള്ളപ്രവാചകനും ഉള്ളത്. അപ്പം ബീസ് നമ്പർ 1 എതിർ ക്രിസ്തു, ബീസ് നമ്പർ 2 11 മുതൽ ബീസ് നമ്പർ 2 അത് കള്ളപ്രവാചകൻ. അപ്പം അങ്ങനെ എതിർ ക്രിസ്തു കള്ളപ്രവാചകനും പിന്നെ സാത്താനും കൂടെ ചേരുമ്പോൾ സാത്താൻ്റെതായ ഒരു തൃത്വത്തെ നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ തൃത്വത്തെ അനുകരിക്കാൻ എന്ന വണ്ണം അവൻ്റേതായ ഒരു തൃത്വം ഉണ്ടാക്കുക. യേശുവിനെ അനുകരിക്കാൻ വേണ്ടി എതിർ ക്രിസ്തു, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ അനുകരിക്കാൻ വേണ്ടി കള്ളപ്രവാചകൻ. പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത് പോലെ കള്ളപ്രവാചകൻ എതിർ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി എതിർ ക്രിസ്തുവിനെ എല്ലാവരും കൂടെ ആരാധിപ്പിക്കാൻ വേണ്ടി കള്ളപ്രവാചകൻ അവിടുന്ന് കരിക്കുകൾ നീക്കുന്നതൊക്കെ കാര്യങ്ങൾ 13-ാം അധ്യായത്തിന് 11 മുതൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ പിതാവാം ദൈവത്തെ അനുകരിക്കുന്നതായിട്ട് സാത്താൻ്റെ ആ ഒരു കാര്യം, അങ്ങനെ ആ ഒരു തൃത്വം, സാത്താൻ്റെ ഒരു തൃത്വത്തിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ അവസാനമായിട്ടുള്ള ആ 7 വർഷക്കാലം, കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 7 വർഷക്കാലമാണ് ആ ഒരു ഇത് ക്രിസ്തുവിൻ്റെ ഭരണം എന്നുള്ള കാര്യം ദാനിയേൽ പുസ്തകത്തിന് 9-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. ആ 7 വർഷക്കാലത്തിൻ്റെ ആദ്യത്തെ 3.5 വർഷക്കാലം പ്രകടമായിട്ടുള്ളൊരു സമാധാനമൊക്കെ ആയിരുന്നു, അപ്പാരൻറ്റ് പീസൊക്കെ ആയിരുന്നെങ്കിലും ആ 3.5 വർഷക്കാലം കഴിയുമ്പോൾ ഇസ്രായേൽ മക്കളുമായിട്ടുള്ള യഹൂദന്മാരുമായിട്ടുള്ള തൻ്റെ ഉടമ്പടിയൊക്കെ ഛേദിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ട് അവൻ തന്നെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവമായിട്ട് ദൈവം എന്ന വണ്ണം ചെന്നിരിക്കുന്ന ആ ഒരു വലിയ അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്നുള്ള ഒരു കാര്യമൊക്കെ കർത്താവ് മത്തായി 24-ാം അധ്യായത്തിൽ പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ സൂചനയൊക്കെ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ 14-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ കൂടെ 144,000 പേര് അവിടെ സിയോൻ മലയിൽ നിൽക്കുന്നതും അവർ എത്ര ഹോൾ ഹാർട്ടഡായിട്ട് കർത്താവിനെ പിൻപറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് നമ്മളൊരു 3 അനൗൺസ്മെൻറ്റ് 14-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം മുതൽ 3 അനൗൺസ്മെൻറ്റ്സ് കാണുന്നുണ്ട്. അത് ദൂതന്മാരുടെ അനൗൺസ്മെൻറ്റ്സ്, അവരുടെ മുന്നറിയിപ്പുകൾ, അത് അവിശ്വാസികളുടെ ന്യായവിധിയിലേക്കുള്ള കൊയ്ത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള വീണ്ടുമുള്ള ദൈവത്തിൻ്റെ ദീർഘക്ഷമയോടെയുള്ള മുന്നറിയിപ്പുകളൊക്കെയാണ്. സൃഷ്ടിയെ വിട്ടിട്ട് സൃഷ്ടാവിനെ ആരാധിക്കാനൊക്കെ അവിടെ നമ്മളതിൻ്റെ 7-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നത്. ആ 7-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആ 4 കാര്യങ്ങളുടെ മേൽ ന്യായവിധി നടക്കുന്നതായിട്ടൊക്കെ നമ്മളിപ്പം 16-ാം അധ്യായത്തിൽ ഇപ്പം നമ്മൾ തുടക്കത്തിൽ അത് വായിച്ചു തുടങ്ങും, നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ 14-ാമത്തെ വാക്യം മുതൽ 14-ാം അധ്യായത്തിന് 14 മുതൽ 20 വരെ അവിശ്വാസികളുടെ ന്യായവിധിയിലേക്കുള്ള ആ ഒരു കൊയ്ത്താണ് നമ്മൾ കൊയ്തെടുക്കുന്നതാണ് കാണുന്നത്. കർത്താവ്
അവിടുന്ന് മനുഷ്യപുത്രൻ എന്ന വണ്ണം മേഘത്തിന്മേലിരുന്ന് വചനമാകുന്ന അരിവാള് കൊണ്ട് കൊയ്തെടുക്കുന്ന ഒരു രംഗം അവിടെ അർമഗ്ദോൻ യുദ്ധത്തിലുള്ള രക്തപ്പുഴയെക്കുറിച്ചൊക്കെ നമ്മുടെ 20-ാമത്തെ വാക്യത്തിലൊക്കെ കാണുന്നു. പിന്നെ 15-ാം അധ്യായമായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ന്യായവിധിയുടെ ഒരു രംഗമൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ കൃപയുടെ ഒരു രംഗം കാണുന്നു. അതായത് സത്യം, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് യേശു നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് നമ്മൾ യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലും യോഹന്നാൻ ഈ പുസ്തകം ഭക്ഷിക്കുമ്പം ആദ്യം മധുരം പിന്നെ കയ്പ് എന്നുള്ളതായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ കാർക്കശ്യമുണ്ട്. ദൈവത്തിൻ്റെ ദയവും ഖണ്ഡിതവും നിങ്ങൾ കാണുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ റോമർ 11:22 വായിക്കുന്ന പോലെ ബിഹോൾഡ് ദ കൈൻഡ്നെസ് ആൻഡ് സിവിയറിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദയവുണ്ട്, എന്നാൽ ദൈവം എത്ര സ്ട്രിക്റ്റ് ആണ്, ദൈവം എത്ര ഫേം ആണ് എന്നുള്ളൊരു കാര്യവും നമ്മൾ ദൈവം പാപത്തെ കർത്താവ് അത് ടോളറേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റേതായ ഒരു ന്യായവിധി, അതിൻ്റേതായ സമയത്ത് ദൈവത്തിൻ്റെ നീതിയായിട്ടുള്ള ന്യായമായിട്ടുള്ള ന്യായവിധി, റൈച്ചസ് ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്നൊരു കാര്യം അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ന്യായവിധിയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിശദീകരണം 16-ാം അധ്യായത്തിൽ വരുന്നതിന് മുമ്പായിട്ട് 15-ാം അധ്യായത്തിൽ അവിടെ ഒരു കൃപയുടെ ഒരു ഗ്ലിംസ്, ഒരു ദൃശ്യം നമ്മൾ സ്വർഗത്തിൽ ഇതെല്ലാം ജയിച്ച് ഈ ക്രോധമെല്ലാം കഴിഞ്ഞ് ജയിച്ചവരായിട്ടുള്ളവർ അവർ പളുങ്ക് കടലിൻ്റെ മീതെ നിൽക്കുന്നതായിട്ട്, തീ കലർന്ന പളുങ്ക് കടലിൻ്റെ മീതെ നിൽക്കുന്നതായിട്ടൊക്കെ 2-ാമത്തെ വാക്യം 15-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ജഡത്തെയും നമ്മളെ ജഡത്തെ ജയിക്കുന്നു, അങ്ങനെ ലോകവ്യവസ്ഥയെ ജയിക്കുന്നു, ആ ലോകത്തിന് അധിപതിയായിട്ടുള്ള പിശാചിനെ ജയിക്കുമ്പോൾ, അങ്ങനെ ലോകം, ജഡം, പിശാച്, ആ ഒരു പാപത്തെ നമ്മൾ ജയിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മുമ്പാകെ കണ്ണാടിക്കടലിൻ്റെ മേതെ നിന്ന് വീണകൾ മീട്ടി സ്വർഗീയ സംഗീതം പാടുന്നവരെ പോലെ ആയിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഇന്ന് തന്നെ നമ്മുടെ ആത്മാവിലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളുടെ ഹൃദയം കൊണ്ട് നമ്മൾ പാട്ട് പാടുന്ന കാര്യമൊക്കെ കർത്താവിനെ ഹൃദയം കൊണ്ട് കീർത്തനം ചെയ്തു എന്നൊക്കെ നമ്മൾ എഫേസ്യർ 5:19-20 വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പരിശുദ്ധാത്മ നമ്മളിൽ വന്ന് നിറയുമ്പോൾ, ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ നിറയുമ്പോൾ അവിടെ കർത്താവിനായിട്ടൊരു പാട്ടുണ്ട്. പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അവിടെയും ഒരു കർത്താവിനായിട്ടൊരു സ്തോത്രവും പാട്ടും സംഗീതവും ഒക്കെ ഉണ്ട്. അങ്ങനെ പാടിക്കൊണ്ട് നമ്മൾ സാത്താനെ ജയിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ പളുങ്ക് കടൽ, സീ ഓഫ് ഗ്ലാസ്, അതായത് അത് കലങ്ങിമറിയുന്നൊരു കടൽ പോലല്ല. യെശയ്യാവ് 57:20 കലങ്ങിമറിയുന്നൊരു കടൽ പോലെ ദുഷ്ടൻ്റെ മനസ്സെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് സീ ഓഫ് ഗ്ലാസ്, പളുങ്ക് കടൽ. അവിടെ അലകളോ തിരമലകളോ ഒന്നുമില്ല, അവിടെ ഏറ്റവും സമാധാനമാണ്. എന്നാൽ തീ കലർന്ന പളുങ്ക് കടല. ദൈവത്തിൻ്റെ തീക്ഷ്ണതയുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഒരു നമ്മൾ ദൈവികമല്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്കൊരു തീക്ഷ്ണതയും കാർക്കശ്യവും, പാപത്തിനെതിരെ പാരമ്പര്യത്തിനെതിരെ ഒരു തീക്ഷ്ണതയും കാർക്കശ്യവും എല്ലാം നമുക്കുണ്ട്. എന്നാൽ അവിടെ ദൈവത്തിൻ്റെതായ വലിയൊരു സമാധാനത്തിലാണ് ഈ കാർക്കശ്യം ഉള്ളത്. ജഡത്തിൻ്റെതായ ഒരു എരിച്ചിലോ കോപമോ അല്ല, മറിച്ച് ദൈവികമായ ആത്മാവിലുള്ള ഒരു തീക്ഷ്ണതയും കാർക്കശ്യമാണെന്നുള്ള കാര്യമൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞാടിൻ്റെയും മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ടൊക്കെ അവർ പാടുന്ന കാര്യമൊക്കെ നമ്മൾ 3-ാമത്തെ 15:3 മുതൽ ദൈവത്തിൻ്റെ വഴികളെ അറിയുന്നതിനെക്കുറിച്ചും പ്രവൃത്തികളെ അറിയുന്നതിനെക്കുറിച്ചും വഴികളെ അറിയുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ സങ്കീർത്തനം 103:7 നിന്നൊക്കെ നമ്മൾ ഇതോട് ചേർത്തൊക്കെ കണ്ട കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ സ്വർഗത്തിലെ സാക്ഷികൂടാരത്തിൻ്റെ കാര്യവും അങ്ങനെ ഈ ന്യായവിധിക്ക് ഇപ്പം ഈ അവിടെ നമ്മളിപ്പം നമ്മൾ വായിച്ചു നിർത്തിയ കഴിഞ്ഞ ആഴ്ച 15-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ 7 ബാധയുള്ള, അതായത് 7 പ്ലേഗ്സ്, ആ ബാധകൾ ആണ് ഈ കലശങ്ങളിലുള്ളത്. അപ്പോൾ ആ 7 ബാധകളുള്ള 7 ദൂതന്മാർ അവർ ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ച് അത് ശുദ്ധവും ശുഭ്രവും എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ നീതിയെ കുറിക്കുന്നതാണ്. അത് മണവാട്ടിയുടെ വസ്ത്രവും ശുദ്ധവും ശുഭ്രവും എന്നാണ് നമ്മളവിടെ വെളിപാട് 19:7-8 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണെന്ന് വെളിപാട് 19 അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൂതന്മാരും ഇതുപോലെ ശുദ്ധവും ശുഭ്രവുമായ ക്ഷണവസ്ത്രം ധരിക്കുന്നു എന്ന് പറയുമ്പം അവരും ഏറ്റവും നീതിയോടെയുള്ള ന്യായവിധിയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും തോന്നിയ പോലെ എല്ലാവരെയും അങ്ങ് ഒടുക്കിക്കളയാം, കാടടച്ച് വെടിവെക്കുന്നവണക്കുള്ളൊരു ന്യായവിധിയല്ല. ദൈവം ഏറ്റവും കറക്റ്റായിട്ട്, ദൈവം ഏറ്റവും നീതിയോടുള്ള ഒരു ന്യായവിധിയായിരിക്കും ദൈവം ചെയ്യുന്നത്. നമ്മളുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യമായിരിക്കും അത്. ദൈവം എന്താ അങ്ങനെ ചെയ്യുമോ, ദൈവം സ്നേഹമല്ലേ എന്ന്. ദൈവം സ്നേഹമാണ്, എന്നാൽ ആ സ്നേഹം ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ എബ്രായർ 11:29 നമ്മൾ കാണുന്നുണ്ടല്ലോ. ദൈവം സ്നേഹമാണെന്ന് 1 യോഹന്നാൻ 4:8-ലും 16-ലും നമ്മൾ വായിക്കുമ്പം എബ്രായർ 12:29 ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. ദൈവം ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ സ്നേഹം കൊണ്ട് നമ്മളെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എന്നാൽ
കർത്താവിൻ്റെ സ്നേഹത്താൽ ദഹിപ്പിക്കപ്പെടാത്തവരെ ആ ന്യായവിധിയുടെ അഗ്നിയും ദഹിപ്പിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ തുടർന്ന് കാണുക. അപ്പോൾ അങ്ങനെ അപ്പോൾ 4 ജീവികളിൽ ഒന്ന്, ആ കെരൂബുകളിൽ ഒന്ന്, 7-ാമത്തെ വാക്യം 15-7, എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം, അത് ഇറ്റാണ് ഗോഡ് ഹു ലിവ്സ് ഫോർ എവർ, ദൈവത്തെക്കുറിച്ച് ഫോർ എവർ ആൻഡ് എവർ. അപ്പം നമ്മൾ എല്ലാം ഫൈനൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാലത്തേക്ക്, ഹ്രസ്വകാലത്തേക്ക് ഉള്ള ആ ഒരു മോർട്ടൽ ബീയിങ്സ് ആണ് നമ്മൾ. ദൈവം നമ്മളുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് നമ്മളെ നിത്യതയ്ക്കായിട്ട് ദൈവം നമ്മളെ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നു എന്ന ദൈവത്തിൻ്റെ അത്രയും അപരിമേയമായ ജ്ഞാനത്തിൽ കർത്താവ് അങ്ങനെ ആ ജ്ഞാനമുള്ള ദൈവം, എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ, അങ്ങനെയുള്ള ആ സർവജ്ഞനായ ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ക്രോധം മാതിരി എന്തെങ്കിലും ഒരു ഇറിറ്റേറ്റഡ് ആകുമ്പോൾ പെട്ടെന്നൊരു ദേഷ്യം വരുന്ന പോലെ ക്രോധമല്ല, മറിച്ച് അത് ഏറ്റവും ഹീസ് ദ ലോർഡ് ഓഫ് ആങ്കർ എന്ന് നമ്മൾ നാഹൂമിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിക്ടർ ബ്രദറിന് കേട്ടിട്ടുള്ളത് ലോർഡ് ഓഫ് ആങ്കർ എന്ന് പറയുമ്പോൾ ക്രോധത്തിൻ്റെ ദൈവം, ക്രോധത്തിൻ്റെ കർത്താവ് എന്ന് വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മേലെ കർത്താവിനൊരു ലോഡ്ഷിപ്പ് ഉണ്ട്. ലോർഡ് ഓഫ് ആങ്കർ, ഹി ലോഡ്സ് ഓവർ ഹിസ് ആങ്കർ എന്ന് വെച്ചാൽ കൺട്രോളില്ലാത്ത കോപമല്ല, മറിച്ച് അവിടെ ക്രോധമുണ്ട് എന്നാൽ അത് ദൈവം അതിൻ്റെ മേലെ ഒരു കർത്തൃത്വം നടത്തുന്നുണ്ട്. അത് കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ആങ്കറാണ് എന്ന് പറയുന്നത് പോലെ ഫോക്കസ്ഡ് ആണ്. അത് എന്തെങ്കിലും ഒരു തോന്നുന്ന പോലെയുള്ള ഒരു ന്യായവിധിയല്ല, മറിച്ച് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം. പൊന്ന് അത് ദൈവികമായ ഒറിജിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ വെളിപാട് പുസ്തകത്തിലും വചനത്തിലുടനീളവും പൊന്നെന്നുള്ള ഒരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം 7 പെർഫെക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറായിട്ടാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. അപ്പം അങ്ങനെ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. അപ്പം 7 കാഹളങ്ങൾ 7 ദൂതന്മാർക്ക് കൊടുത്തതായിട്ട് നമ്മൾ വെളിപാട് 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇവിടെ 7 പൊൻകലശം കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് 8-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. അവിടെ നമ്മൾ അതിന് സമാനമായ ചില സന്ദർഭങ്ങളൊക്കെ അവിടെ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്ന കാര്യവും നമ്മളത് പുറപ്പാട് 40-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കണ്ടു. പിന്നെ 2 ദിനവൃത്താന്തം 7-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ ശലോമോന്റെ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് പുകയുന്ന വണ്ണം വന്ന് നിറയുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ 2 ദിനവൃത്താന്തം 7-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ദൈവത്തിൻ്റെ തേജസ് വന്ന് നിറയുന്നുണ്ടെങ്കിൽ ഇവിടെയും ന്യായവിധിക്ക് തൊട്ട് മുമ്പാകെയും അതുപോലൊരു ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അപ്പം ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുമ്പോൾ അതും ദൈവം എല്ലാം നന്നായി ചെയ്തു എന്ന് മർക്കോസ് 7:37 7-ന്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹി ഹാസ് ഡൺ എവറിത്തിങ് വെൽ. ഇവൻ ന്യായവിധിയും ദൈവം ഏറ്റവും നന്നായിട്ട് ചെയ്തു എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ തേജസ് അവിടെ വെളിപ്പെടുക. തേജസ്സും ശക്തിയും, ദൈവത്തിൻ്റെ ശക്തി നമുക്കൊക്കെ ഇപ്പം എന്താണ് പറയുന്നത്, എന്തെങ്കിലും പ്രകൃതിയിലുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു കാറ്റും കോളും വരുമ്പോൾ തന്നെ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ചെറിയ വൈറസിനെ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ആ ഒരു ശക്തിയും തേജസ്സും ഒക്കെ ഈ ന്യായവിധിയിൽ വെളിപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ തുടർന്ന് 16-ാം അധ്യായത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ ഇപ്പം 15-ന്റെ 8 ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുകകൊണ്ട് നിറഞ്ഞ് 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടക്കുവാനും ആർക്കും കഴിഞ്ഞില്ല. അതുപോലെയുള്ള ദൈവമഹത്വം അവിടെ നിറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളാണെന്ന് ആദ്യത്തെ 9 വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ സാക്വന ബ്രദറിൻ്റെ അന്തിമവിജയം പുസ്തകത്തിൽ അവിടെ ആ പുസ്തകത്തിൻ്റെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർഷൻ ആദ്യത്തെ 9 വാക്യങ്ങൾ ഒറ്റ പാരഗ്രാഫായിട്ട് ബ്രദർ അത് കൊടുത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ബ്രദർ ഇപ്പോൾ അത് ആ പുസ്തകത്തിൽ നിന്ന് വായിക്കുമല്ലോ, അജി ബ്രദർ അത് ഇപ്പം ഡിസ്പ്ലേ ചെയ്യുമല്ലോ. അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. അവ രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാൻ ആകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിന് അവർ യോഗ്യർ തന്നെ. ഔവണ്ണം യാഗപീഠവും
അതെ, സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടുമില്ല. ആദ്യത്തെ 4 കലശങ്ങളിൽ നിന്നുള്ള ന്യായവിധി ആദ്യത്തെ 4 കാഹളങ്ങളിൽ നിന്നുണ്ടായതിന് സമമാണ്. 8-ാം അധ്യായം. കാഹളങ്ങൾ മുഴങ്ങിയ അതേ സമയത്ത് തന്നെ ആയിരിക്കണം കലശങ്ങളും ഒഴിച്ചത്. ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതിയപ്പോൾ എന്ന പോലെ കൃത്യമായി ആദ്യത്തെ കലശം ഭൂമിയിലും, രണ്ടാമത്തേത് സമുദ്രത്തിലും, മൂന്നാമത്തേത് നദികളിലും നീരുറവുകളിലും, നാലാമത്തേത് ആകാശഗോളങ്ങളുടെ മേലും ഒഴിക്കുന്നു. ഇതിനെ വെളിപ്പാട് 7:14 താരതമ്യം ചെയ്യുക. അവിടെ ആളുകളോട് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2-ാമത്തെ വാക്യം മൃഗത്തിന്റെ മുദ്രയെ കുറിച്ച് പറയുന്നു. മനുഷ്യൻ വളരും തോറും ആത്മീയമായി പറഞ്ഞാൽ അവരിൽ മൃഗത്തിന്റെ മുദ്ര തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. അവർ മൃഗത്തെ പോലെ തന്നെ പെരുമാറി തുടങ്ങും. സഭാപ്രസംഗി 3:18 പറയുന്നത്, പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യൻ നിമിത്തം അത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും നിരവധി പരീക്ഷകളിലും പരിശോധനകളിലും കൂടി കടന്ന് പോകുവാൻ ദൈവം അവരെ അനുവദിക്കുന്നു. തങ്ങൾ മൃഗങ്ങൾ മാത്രം എന്ന് അവർ കാണേണ്ടതിനും തന്നെ. പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പെരുമാറുന്നത് മൃഗങ്ങളെ പോലെയാണെന്ന് നാം തന്നെ മനസ്സിലാക്കും. നാം മൃഗങ്ങളെക്കാൾ ഒട്ടും മെച്ചമല്ല എന്ന് ദൈവം നമ്മോട് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ദൈവം ആ സമയത്ത് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വളരെ കുറച്ചു പേർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. അവിടുത്തെ ശബ്ദം ആ സാഹചര്യത്തിൽ കേൾക്കുകയും അനുതാപത്തോടെ, ദൈവമേ, ഞാൻ എത്ര അന്ധനാണ്, അവിടുത്തെ പുത്രനാകാനാണ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചത്. എന്നാൽ ഞാൻ ഒരു മൃഗത്തോളം അധപ്പതിച്ചിരിക്കുന്നു. കരുണ തോന്നി എന്നെ വ്യത്യാസപ്പെടുത്തണമേ എന്ന് പറയുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാണ്. മൃഗത്തിന്റെ മുദ്രയുടെ നേരെ എതിർ കുഞ്ഞാടിന്റെ മുദ്രയാണ്. പരീക്ഷകളിലും പരിശോധനകളിലും കൂടി കടന്നു പോകുമ്പോൾ കുഞ്ഞാട് വായ തുറക്കാതെ ഇരുന്നു. അതുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും, ഓരോ ശോധനകളിലും കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മൃഗത്തിന്റെ മുദ്രയോ കുഞ്ഞാടിന്റെ മുദ്രയോ അല്പാൽപ്പം ലഭിക്കുന്നുണ്ട് എന്ന്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ബാധകൾ അക്ഷരാർത്ഥത്തിലുള്ളതാകാം, പ്രതീകാത്മകമാകാം. രണ്ടായാലും ഈ ന്യായവിധി എല്ലാം ഭൂമിയിൽ പതിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കാന്ത ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. അവൾ ദൈവസിംഹാസനത്തിന് മുൻപാകെ പളുങ്കുകടലിനരികെ ആയിരിക്കും. വെളിപ്പാട് പുസ്തകം 15. അതുകൊണ്ട് ഈ ബാധകൾ അക്ഷരാർത്ഥത്തിൽ എന്തായിരിക്കുമെന്ന് കണ്ടെത്താൻ പണിപ്പെടേണ്ടതില്ല. പക്ഷേ അവ ഭയങ്കരവും അസഹനീയവും ആയ എന്തോ ഒന്നായിരിക്കും. 3-ാമത്തെ ബാധയിൽ ആളുകൾക്ക് രക്തം കുടിപ്പാൻ കൊടുത്തപ്പോൾ വിതച്ചത് കൊയ്യുവാൻ ദൈവം അവരെ അനുവദിച്ചിരിക്കുന്നു എന്ന് കാണാം. വിശുദ്ധന്മാരുടെ രക്തം അവർ ചിന്തിച്ചതുകൊണ്ട് ദൈവം അവരുടെ കുടിവെള്ളത്തെ രക്തമാക്കി മാറ്റി. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും നീതിയാണ്. നാം മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് ദൈവം നമ്മോട് പെരുമാറുന്നത്. ദയാലോട് നീ ദയാലുവാകുന്നു, വക്രനോട് നീ വക്രത കാട്ടുന്നു.
സങ്കീർത്തനം 18:25-26. മറ്റുള്ളവരോട് ഔദാര്യമായി പെരുമാറുന്നവരോട് അവിടുന്ന് ഔദാര്യമായി പെരുമാറും. മറ്റുള്ളവരോട് ലുപ്ത കാട്ടുന്നവർക്ക് തങ്ങളോട് ഉള്ള ബന്ധത്തിൽ ദൈവം ലുബ്ധനാണെന്ന് താമസിയാതെ മനസ്സിലാകും. മറ്റുള്ളവരോട് കരുണയില്ലാതെ നിർദ്ദയമായി പെരുമാറുന്നവനോട് ദൈവം നിർദ്ദയവനും കരുണയില്ലാത്തവനും ആയിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ രക്തം ചിന്തിച്ചവർക്ക് ദൈവം ഒരു നാൾ കുടിപ്പാൻ കൊടുക്കുന്നത് രക്തം തന്നെ. ദൈവത്തിൻ്റെത് തക്ക ശിക്ഷാവിധി ആണെന്ന് ന്യായവിധി ദിവസത്തിൽ മനസ്സിലാകും. ന്യായവിധി ദിവസത്തിലെ മനസ്സിലാകുകയുള്ളൂ. ശിക്ഷകളാണ് നമുക്ക് ലഭിക്കുക. നമുക്കുള്ള പ്രതിഫലവും പ്രവൃത്തിക്ക് ഒത്തതായിരിക്കുമെന്ന് കർത്താവ് വെളിപാട് പുസ്തകം 22:12 പറയുന്നു. ന്യായവിധിയിൽ ദൈവം നൽകുന്ന ശിക്ഷ കണ്ടിട്ട് ജലാധിപതിയായ ദൂതൻ പറയുന്നത് അവർ അത് അർഹിക്കുന്നു, അഥവാ അതിന് അവർ യോഗ്യർ എന്നാണ്. സർദീസിലെ ജയാളികളെ കുറിച്ച് വെള്ള ധരിച്ച് എന്നോടുകൂടെ നടപ്പാൻ അവർ യോഗ്യർ, വെളിപാട് പുസ്തകം 3:5 എന്ന് യേശു പറഞ്ഞതുമായി ഇത് താരതമ്യം ചെയ്യുക എന്തൊരു വൈരുദ്ധ്യം! വെളിപാട് പുസ്തകത്തിൽ നീതിമാൻ, ന്യായവിധി എന്നീ വാക്കുകൾ മിക്കപ്പോഴും ചേർന്നാണ് വരുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അന്തിമ ദിവസത്തിൽ ദൈവത്തിന്റെ എല്ലാ ന്യായവിധികളും നീതിയുള്ളവയായിരുന്നു എന്ന് നാം വ്യക്തമായി കാണും. അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന പ്രയോഗം വെളിപ്പാട് പുസ്തകം 9:20-21 നാം കണ്ടു. ഇവിടെയും, അതായത് 16:9, നാം അതേ വാക്കുകൾ തന്നെ കാണുന്നു. ഇത്ര കഠോരമായ ശിക്ഷകൾ പോലും മനുഷ്യരിൽ അനുതാപം ഉണ്ടാക്കുന്നില്ല. മനുഷ്യ ഹൃദയം എത്രത്തോളം ആകാം എന്നാണ് ഇത് കാണിക്കുന്നത്. നമ്മളിപ്പോൾ വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു. ആദ്യത്തെ 9 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ വിവരണം നമ്മൾ സാക്കിപ്പൻ ബ്രദറിൻ്റെ ആദിമവിജയം പുസ്തകത്തിൽ നിന്ന് നമ്മളത് വായിച്ചു കേട്ടല്ലോ. വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ ഈ 16-ാം അധ്യായത്തിൽ, നമ്മൾ 15-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഒരു കൃപയുടെ ഒരു ദൃശ്യം, ദൈവത്തിൻ്റെ കരുണയുടെ, സ്നേഹത്തിൻ്റെ, മഹത്വത്തിൻ്റെ, തേജസ്സിൻ്റെ ഒരു ഗ്ലിംസ്, ഒരു ദൃശ്യമാണ് കണ്ടതെന്നുണ്ടെങ്കിൽ, ഇവിടെ 16-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ക്രോധകലശ, ആ ന്യായവിധി, ആ കാഹളങ്ങളോട് ചേർന്ന് വരുന്ന ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് പകർന്നൊഴുക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ 16-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളയുവിൻ. ഗോ ആൻഡ് പോർ ഔട്ട് ഓൺ ദ എർത്ത് 7 ബൗൾസ് ഓഫ് ദ റാത്ത് ഓഫ് ഗോഡ്. 7 ബൗൾസ് അല്ലെങ്കിൽ വയൽസ് ഓഫ് ദ റാത്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളയുവിൻ എന്നൊരു മഹാശബ്ദം, ഒരു ഫീബിൾ വോയിസ് ഇല്ല, വളരെ മഹാശബ്ദം. അത് വളരെ ഗാംഭീര്യമുള്ള മഹാശബ്ദമാണ്, ലൗഡ് വോയിസാണ്. ദൈവം ഒരു മൃദുസ്വരമായിട്ട് ഏലിയാവിനോട് സംസാരിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഇവിടെ 1 രാജാക്കന്മാർ 19-12 വാക്യത്തിലേക്ക് നമ്മളത് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു സ്റ്റിൽ സ്മോൾ വോയിസ്, എ സൗണ്ട് ഓഫ് എ ജെൻറ്റിൽ ബ്ലോയിങ്. ആ വാക്യം നമ്മൾ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇത് ദേവാലയത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. എന്നൊരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദം
എപ്പോഴും ലൗഡ് വോയിസ് ആണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ദൈവം വളരെ ചില കാര്യങ്ങളിൽ നമ്മളുടെ നമ്മുടെ ദൈവമുമ്പാകെ ശാന്തതയോടെ സ്വസ്ഥതയോടെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ചില മൃദുസ്വരങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. നമ്മളത് 1 രാജാക്കന്മാർ 19 അധ്യായം, അതെ 1 രാജാക്കന്മാർ 19 അധ്യായത്തിൻ്റെ 12 വാക്യം, അവിടെ ഏലിയാവിനോട് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ 11 വാക്യത്തിൽ, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ളൊരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. ശക്തിയുള്ളൊരു കൊടുങ്കാറ്റുണ്ടായിരുന്നു, എന്നാൽ ആ കാറ്റിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു ശബ്ദമോ ദൈവസാന്നിധ്യമോ യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിൽ യഹോവയില്ലായിരുന്നു. വലിയ ഭൂകമ്പം, കാറ്റ്, വലിയ വലിയ കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസ്, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ ഉണ്ടായി. അപ്പം കാറ്റ്, ഭൂകമ്പം, തീയിൽ യഹോവ ഇല്ലായിരുന്നു. 12 വാക്യം, 1 രാജാക്കന്മാർ 19:12. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. എ സൗണ്ട് ഓഫ് എ ജെന്റിൽ ബ്ലോയിങ്, സ്റ്റിൽ സ്മോൾ വോയിസ് എന്നാണ് NKJV-യിലൊക്കെ എഴുതിയിരിക്കുന്നത്. സ്റ്റിൽ സ്മോൾ വോയിസ്, കർത്താവിൻ്റെ ഒരു മൃദുസ്വരം. എന്നാൽ ദൈവം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ദൈവം വളരെ ശക്തിയോടെ ഒരു കൊടുങ്കാറ്റായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം വരുന്ന ഒരു കാര്യം നമ്മളവിടെ ഇയ്യോബിൻ്റെ പുസ്തകം 38-1 വാക്യം, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തെന്നാൽ. അപ്പം ദൈവം മൃദുസ്വരത്തോടെ സംസാരിക്കുന്ന ദൈവമാണ്. എന്നാൽ ദൈവം ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്ത കാര്യവും നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ വലിയ ശക്തമായിട്ടുള്ളൊരു ശബ്ദം. പിന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിൻ്റെ 10 വാക്യം നമുക്കറിയാം, എന്താ കാഹള ശബ്ദം. അവിടെ യോഹന്നാൻ 1:10 വെളിപ്പാട് 1:10 കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, അല്ലെങ്കിൽ ആത്മാവിലായിരുന്നു എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ 11 വാക്യമാണ് ഇങ്ങനെ ഓരോ സഭകളുടെ പേരൊക്കെ പറഞ്ഞിട്ട്, എന്ന് 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം, ലൗഡ് വോയിസ് ലൈക്ക് ദ സൗണ്ട് ഓഫ് എ ട്രംപറ്റ്, ഒരു കാഹളത്തിൻ്റെ ശബ്ദം പോലെയുള്ളൊരു വലിയ ശബ്ദമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം വളരെ ക്ലിയർ ആയിട്ട് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ 90 വയസ്സിലേറെ ആകുമ്പോൾ ചെറിയ കേൾവിക്കുറവൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പ്രായം ചെല്ലുമ്പോൾ കുറച്ചൊരു കേൾവിക്കുറവൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. എന്നാൽ ദൈവം വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടുള്ള ഒരു കാഹള ശബ്ദം പോലെയുള്ള ലൗഡ് വോയിസ് ആയിട്ട് യോഹന്നാനോട് സംസാരിക്കുന്നൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഇവിടെയും ദൈവത്തിൻ്റെ വലിയൊരു മഹാശബ്ദം എന്നുള്ളൊരു കാര്യം, അതും എസ്പെഷ്യലി ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു കാർക്കശ്യം, ഗാംഭീര്യം, ദൈവത്തിൻ്റെ കാർക്കശ്യത്തിനെയും ഗാംഭീര്യത്തിനെയും മുമ്പാകെ നമുക്കാർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കരുണയിലെ, കർത്താവിൻ്റെ ആ ഒരു നീതിയങ്കിയിലെ നമ്മളെ ദൈവം മുമ്പാകെ ആയിരിക്കുന്ന കർത്താവിൽ ദൈവം നമ്മളെ കാണുന്നത്. ദൈവം കൺസ്യൂമിങ് ഫയർ, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം. അത്ര അത്ഭുതവാനായ സർവശക്തനായ ദൈവമാണ്. എന്നാൽ അവിടുന്ന് സ്നേഹമാണ്. എന്ന് സ്നേഹത്തിൻ്റെ ആ ഒരു ഫേവറബിൾ ഇയർ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ പ്രസാദ വർഷത്തെക്കുറിച്ചും ന്യായവിധി ദിവസത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ യെശയ്യാ 61:2 നമ്മൾ വായിക്കുന്നത് പോലെ ദൈവം പ്രസാദ വർഷം 365 ദിവസം ഉണ്ടെങ്കിൽ 364 ദിവസവും ദൈവത്തിൻ്റെ പ്രസാദം. പിന്നെ എന്നാൽ ദൈവത്തിൻ്റെ ഒരു ക്രോധ ദിവസമുണ്ട്, ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നത് പോലെ 1:1 ദൈവത്തിൻ്റെ ദൈവവും ഖണ്ഡിതവും 1:1 റേഷ്യോയിലല്ല, 365:1 റേഷ്യോ എന്ന് നമുക്ക് പറയാം. ആ യെശയ്യാ 61:2 എന്ന് പറഞ്ഞാൽ ദൈവം വളരെ ദീർഘക്ഷമയോടെ, ദൈവം ന്യായവിധി ഈ മനുഷ്യരിലേക്ക് ഒഴുകുന്നതിന് മുമ്പ് ദൈവം അതുപോലെ ദീർഘക്ഷമയോടെ അവർക്ക് വേണ്ടുന്ന അവസരങ്ങളും എല്ലാ മുന്നറിയിപ്പുകളും എല്ലാം കൊടുത്തിട്ടും ദൈവത്തെ മറുതലിച്ച് അവർക്ക് ഞങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോയാൽ മതി, ഞങ്ങൾക്ക് ഈ ദൈവത്തെ വേണ്ട, യഥാർത്ഥത്തിൽ സ്രഷ്ടാവിനെ വേണ്ട, ഞങ്ങൾക്ക് ഈ സൃഷ്ടികളെയൊക്കെ ഭജിച്ച് ആരാധിച്ച് ഞങ്ങളങ്ങ് നിത്യ നരകത്തിലേക്ക് പൊയ്ക്കൊള്ളാവുന്ന അറിഞ്ഞോ അറിയാതെ ഇവരെല്ലാം അങ്ങ് തിരഞ്ഞെടുത്ത് പോകുന്നവരാണ് ഈ ലോകത്തുള്ള ഭൂരിഭാഗം ജനങ്ങൾ. അത് നാശത്തിലേക്കുള്ള വഴി വിശാലവും വീതിയുള്ളതും അനേകർ അതിലൂടെ പോകുന്നത്, അത് നിത്യനാശത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ മത്തായി 7 അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തോളം വരുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആ ന്യായവിധിയുടെ തൊട്ട് മുമ്പാകെ നിങ്ങൾ പോയി ക്രോധകലശം 7 ആ ഒരു 7 പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന വാക്യമായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ക്രോധകലശമാണ് ആക്ച്വലി പറഞ്ഞാൽ ക്രൂശിൽ കർത്താവ് ആ ക്രോധകലശം ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധമെല്ലാം, പാപത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ക്രോധം, നിത്യ നരകാഗ്നി എല്ലാം കർത്താവ് ക്രൂശിൽ സഹിച്ചതാണ്. എന്നാൽ അത്
ഏറ്റെടുക്കാതെ കർത്താവ് എനിക്കായിട്ട് ക്രോധകലശം എല്ലാം ഏറ്റുവാങ്ങി കർത്താവ് ഇതെല്ലാം സഹിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാതെ വീണ്ടും ദൈവത്തിനെതിരെ മത്സരിച്ച് അങ്ങനെ പോയവർക്കാണ് ദൈവത്തിൻ്റെ ആ ക്രോധകലശം, സാക്ഷാൽ ക്രോധകലശം തന്നെ ഏൽക്കേണ്ടതായിട്ട് വരുന്നൊരു ദുർഗതി നമ്മൾ വായിക്കുന്നത്. ഇത് സഭയൊക്കെ എടുക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ ക്രോധകലശത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വെളിപ്പാട് 16-ന്റെ 1-ാമത്തെ വാക്യം ഇപ്പോൾ നമ്മൾ വായിക്കുക. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവിൻ. ഭൂമിയിലേക്ക് ഒഴിക്കാനാണ് പറയുന്നത് എന്ന ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന്. ദേവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദേവാലയം എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ടുള്ളൊരു ദേവാലയം അല്ല അവിടെ സ്വർഗത്തിൽ. അവിടെ നമ്മളത് വീണ്ടും വീണ്ടും നമ്മൾ ആ വാക്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. വെളിപാട് 21-ന്റെ 22-ൽ മന്ദിരം അതിൽ കണ്ടില്ല, സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിനെ മന്ദിരമാകുന്നു. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കുറിക്കുന്ന ഒരു പദമായിട്ടാണ് ദേവാലയം എന്നുള്ളൊരു പദം നമ്മൾ വെളിപാട് പുസ്തകത്തിലല്ലാതെ എന്തോ അക്ഷരികമായിട്ടുള്ള എന്തോ ഒരു ബിൽഡിംഗ് മാതിരി എന്തോ സ്വർഗത്തിൽ ദേവാലയമായിട്ട് കാണുന്നു എന്നുള്ളതല്ല. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കുറിക്കുന്ന ആ ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്വർഗസിംഹാസനം എല്ലാം പ്രതീകാത്മകമായ ഭാഷയില്ല, ആത്മീയമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളായെന്ന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയില്ല. ആ സിംഹാസനമൊന്നും കിരീടമൊന്നും തങ്കത്തിരുവേദികളിൽ ഒക്കെ ഉള്ള ആലങ്കാരികമായ പ്രതീകാത്മകമായ ഭാഷയിലാണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ദൈവാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഗ്ലോറി അത് മനുഷ്യൻ്റെ ഭാഷയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. ഒന്നാമത്തവൻ പോയി, 2-ാമത്തെ വാക്യം. സോ ദ ഫസ്റ്റ് ഏഞ്ചൽ വെന്റ് ആൻഡ് poured ഔട്ട് ഹിസ് ബൗൾ ഓൺ ദ എർത്ത്. അവൻ ഭൂമിയിൽ ഈ ക്രോധകലശം ഒഴിച്ചു. ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. അപ്പോൾ ആദ്യത്തെ ക്രോധകലശം ഭൂമിയിൽ ഒഴിച്ചതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഇതേപോലൊരു ന്യായവിധിയുടെ ഒരു രംഗമാണ് നമ്മൾ 8-ാം അധ്യായത്തിലും കാണുന്നത്. 8ഉം 16 നമുക്ക് ഓർക്കാൻ എളുപ്പം. 8x2 16. അപ്പം 8-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഈ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുക. അവിടെ 8-ാം അധ്യായത്തിൽ അവിടെ ഒരു അരമണിക്കൂർ സൈലൻസ് ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗത്തിൽ സൈലൻസ് ഉണ്ടോ? സ്വർഗത്തിൽ വലിയ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രത്തിൻ്റെ ശബ്ദങ്ങളില്ലേ എപ്പോഴും? അതേ എപ്പോഴും അങ്ങനെ തന്നെ. ഇന്ന് അരമണിക്കൂർ ഒന്ന് സൈലൻസ് ഉണ്ടായപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയത്തക്ക വേണം സ്വർഗ്ഗം അത്രമാത്രം ദൈവത്തിൻ്റെ സ്തുതികളാൽ മുഖരിതമാണെന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വെളിപാട് 8-ന്റെ 1-ൽ. അതായത് അപൂർവമായിട്ടുള്ളൊരു അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് കർത്താവ് ചെയ്യാൻ പോകുന്നതെന്നുള്ള സൂചനയാണെന്നൊക്കെ നമ്മൾ യേശയ്യാവിൽ നിന്നൊക്കെ ഉള്ള ആ വാക്യങ്ങളൊക്കെ അന്ന് യേശയ്യാവ് വെളിപാട് 8-ാം അധ്യായം ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആ അന്തിമ പുസ്തകത്തിന് ആ റെഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ 7 ദൂതന്മാർക്ക് 7 കാഹളങ്ങൾ കിട്ടുന്നതായി 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ ഈ 1-ാമത്തെ കാഹളം ഊതുമ്പോൾ ഇപ്പം നമ്മൾ 1-ാമത്തെ ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ വെളിപാട് 16-ന്റെ 2-ൽ ഇപ്പം നമ്മൾ വായിച്ചു. നമ്മളിപ്പം വെളിപാട് 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഒന്നാമത്തവൻ ഊതി, 1-ാമത്തെ ദൂതൻ 1-ാമത്തെ കാഹളം ഊതുമ്പോൾ അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അപ്പം ഭൂമിയിലാണ് ആദ്യത്തെ ക്രോധകലശത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകുന്നതെന്നുള്ള കാര്യം നമ്മൾ അവിടെ ഇത് രണ്ടും സിമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് നടക്കുന്നതാണെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതായത് അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന വെളിപാട് പുസ്തകം അത് ക്രൊണോളജിക്കൽ ഓർഡറിൽ, ക്രമാനുഗതമായിട്ട് കാലക്രമത്തിൻ്റെ ഓർഡറിൽ എഴുതിയിട്ടുള്ളതല്ല, മറിച്ച് ഓവറോൾ ഒരു പിക്ചർ തന്നിട്ട് പിന്നെ അതിൻ്റെ ചില ഡീറ്റെയിൽസ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മളിപ്പം അതുപോലുള്ള കാര്യം നമ്മളത് ഇപ്പം ഉൽപ്പത്തി പുസ്തകം തന്നെ നമുക്കറിയാം. ആ സൃഷ്ടിയുടെ കാര്യം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വരെയും പറഞ്ഞിട്ട് പിന്നെ കർത്താവ് എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ 2-ാം അധ്യായത്തിൽ ആദാമിനെ അവയും ദൈവം സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളും അപ്പം സംഭവിച്ച കാര്യങ്ങളും എല്ലാം 2-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഓവറോൾ ഒരു പിക്ചർ പറഞ്ഞിട്ട് പിന്നെ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു രീതിയാണ് ദൈവവചനത്തിലുടനീളം നമ്മൾ പലയിടത്തും അത് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു രംഗമായി ഇവിടെ. അപ്പം 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെയുള്ള കാര്യമാണ്. ഭൂമിമേൽ ഉള്ള ന്യായവിധിയാണ് നമ്മളിപ്പം 8-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യത്തിലും വായിച്ച്, അതുപോലെ തന്നെ 16-ാം അധ്യായത്തിൽ ഇപ്പം നമ്മൾ വായിച്ച് 2-ാമത്തെ വാക്യത്തിൽ. ഇപ്പം 16-ന്റെ 2-ൽ അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. മൃഗത്തിൻ്റെ മുദ്ര എന്ന് പറയുമ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ മുദ്ര, അത് 666-ന്റെ മുദ്രയെക്കുറിച്ചൊക്കെ നമ്മൾ 13-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അത് എന്തായിരിക്കും യഥാർത്ഥത്തിൽ ആ മുദ്ര എന്നുള്ള കാര്യമൊക്കെ അതിൻ്റേതായ ഡീറ്റെയിൽസൊക്കെ അന്ന് ജീവിച്ചിരിക്കുന്നവർക്കായിരിക്കും അത്
മനസ്സിലാവുന്നത്. അന്തിമ നമ്മളെല്ലാവരും ഈ അന്ത്യകാലത്തെ ജീവിക്കുന്നത് ഇത് ക്രിസ്തു വെളിപ്പെടുമ്പോഴായിരിക്കും ആ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മാറുന്നത്. അപ്പോൾ മൃഗത്തിന് മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായതായിട്ട് ഒരു ലോത്സം ആൻഡ് മാലിഗ്നൻ സോർ. അപ്പം അവർ വ്രണം ഈ മുദ്രയൊക്കെ ഏറ്റു ഈ ഇത് ക്രിസ്തുവിനെ നമസ്കരിച്ച് ഇത് ക്രിസ്തുവിൻ്റെ ബിംബത്തെയൊക്കെ നമസ്കരിച്ച് അവർ അങ്ങ് വളരെ ബുദ്ധിമാന്മാരായിട്ട് കാണപ്പെട്ടു. പാവം ദൈവമക്കളൊക്കെ ആ സമയത്ത് പീഡനത്തിലൂടെ മഹോപദ്രവത്തിലൂടെയൊക്കെ കടന്നുപോയി. എന്നാൽ ദൈവം ഇവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ജഡ്ജ്മെൻറ്റ് ഈ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർക്കും പ്രതിമയെ നമസ്കരിക്കുന്നതായിട്ടുള്ളവർക്ക് ഈ ക്രോധകലശം ഒഴിക്കുമ്പോൾ വല്ലാത്ത ദുർവ്രണം, ലോത്സം, അറപ്പുളവാക്കുന്ന മാലിഗ്നൻറ്റ്, ക്യാൻസർ പോലെയുള്ള വല്ലാത്ത ഒരു മാലിഗ്നൻറ്റ് സോർ ഓൺ ദ പീപ്പിൾ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ 2ാമത്തെ വാക്യത്തിൽ വായിച്ച്. അപ്പോൾ ആ മൃഗത്തിൻ്റെ മുദ്ര എന്നുള്ളൊരു കാര്യത്തിൻ്റെ കുറച്ചുകൂടി ഒരു ആത്മീയ അർത്ഥം കൂടി നമ്മളിപ്പം അന്തിമോചനം പുസ്തകത്തിൽ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പം മൃഗത്തിൻ്റെ മുദ്രയുടെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞാടിൻ്റെ മുദ്രയാണ്. അപ്പോൾ നമ്മളുടെ ഓരോ ജീവിതത്തിന് ഓരോ സാഹചര്യങ്ങളിലും നമ്മളുടെ ജീവിതത്തിൽ ഒന്നുകിലും മൃഗത്തിൻ്റെ മുദ്ര തെളിഞ്ഞ് വരും, അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ മുദ്ര തെളിഞ്ഞ് വരുമെന്ന് ആത്മീയ ഭാഷയിൽ പറയാമെന്ന് നമ്മളിപ്പോൾ അന്തിമോചനം പുസ്തകത്തിൽ നമ്മളിപ്പം വായിച്ചു കേട്ടു. അത് വളരെ വളരെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഓരോ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളും പെട്ടെന്നൊരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അപ്പം നമുക്കൊരു പരാതിയും പിറുപിറുപ്പും ദേഷ്യവും വാശിയും കയ്പും വിരോധവും വഴക്കും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് മൃഗത്തിൻ്റെ സ്വഭാവമാണ് നമ്മളിന്ന് വെളിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നതാണ് മൃഗത്തിൻ്റെ സ്വഭാവം. മൃഗീയമായ സ്വഭാവമാണ് ഈ മൃഗത്തെ പോലെ പെരുമാറുന്നതെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ബഹളവും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മൃഗത്തിൻ്റെ മുദ്ര അത് നമ്മൾ അക്ഷരികമായിട്ട് മൃഗത്തിൻ്റെ മുദ്ര വരുന്നൊരു സമയമുണ്ട്. എന്നാൽ ആത്മീയമായിട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ ജഡത്തിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ കീഴടങ്ങി കൊടുക്കുമ്പം പല സമയത്തും പല പരാതിയും വെറുപ്പും ദേഷ്യവും അശുദ്ധിയും അങ്ങനെയൊക്കെയുള്ള സ്വയത്തിൻ്റെതായ അസൂയയും കയ്പും അങ്ങനെയൊക്കെയുള്ള വിദ്വേഷവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജഡം അങ്ങ് പ്രോമിനൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മൃഗത്തിൻ്റെ മുദ്ര നമ്മളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരുന്നു. അതായത് ഇപ്പം നമ്മൾ അന്തിമോചനം പുസ്തകത്തിലെ ആ വാക്യം ഞാനങ്ങ് വീണ്ടും ഒന്നുകൂടെ വായിക്കാം. മൃഗത്തിൻ്റെ മുദ്രയുടെ നേരെ എതിരെ കുഞ്ഞാടിൻ്റെ മുദ്രയാണ്. പരീക്ഷകളിലും പരിശോധനകളിലും കൂടെ കടന്നു പോയപ്പോൾ കുഞ്ഞാട് വായ തുറക്കാതെ ഇരുന്നു. യേശു കർത്താവ് എല്ലാ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് സ്വയത്തിൻ്റെതായ ഒരു കർത്താവ് തുറന്നില്ല. കർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ അത് ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിലൂടെ പിതാവ് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമേ കർത്താവ് ഓരോ സമയത്ത് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും, ഓരോ ശോധനയിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മൃഗത്തിൻ്റെ മുദ്രയോ കുഞ്ഞാടിൻ്റെ മുദ്രയോ അല്പാൽപ്പം ലഭിക്കുന്നുണ്ടെന്ന്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം കടന്നു പോകും തോറും ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ചിലപ്പോൾ നമ്മൾ ആൾക്കാർ നമ്മളെ പുകഴ്ത്തുന്നു, ചിലപ്പോൾ ആൾക്കാർ നമ്മളെ നിന്ദിക്കുന്നു, ചിലപ്പോൾ ചിലർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതുമായിട്ടൊക്കെ പല സാഹചര്യങ്ങളിലൂടെ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങൾ വരുന്നു. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ പ്രിൻ്ററിന് ഇവിടെ ഞാൻ കൺസലേഷൻ റൂമിൽ ഉപയോഗിക്കുന്ന പ്രിൻ്ററിന് പെട്ടെന്നൊരു അതിനകത്ത് പ്രോബ്ലം വന്ന് പെട്ടെന്ന് എന്തായാലും ദൈവം സഹിച്ച് മഹാദേവനെ വിളിച്ചുകൊണ്ട് മഹാദേവനെ ഓടി വന്ന് അതിൽ ശരിയാക്കി തന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ ആ സമയത്ത് നമുക്കൊരു വല്ലാത്ത അസ്വസ്ഥതയും മുറുമുറുപ്പും അതുമാണോ അത് നമ്മളവിടെയും ദൈവം അറിയാതെ അനുവദിക്കാൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കും. എല്ലാത്തിനും അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് എന്ന് പറയുന്നത് പോലെ ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഒന്നുകിലും മൃഗത്തിൻ്റെ മുദ്ര നമ്മളിൽ തെളിഞ്ഞു വരും, എന്നുവെച്ചാൽ ഈ ജഡത്തിൻ്റെതായ കാര്യങ്ങൾ തെളിഞ്ഞു വരും, അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ മുദ്ര തെളിഞ്ഞു വരും. അവിടെ നമ്മൾ ജഡത്തിനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ച് ക്രിസ്തു യേശുവിനുള്ളവ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു എന്ന് ഗലാത്യർ 5:24 നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവേ എന്നെ തന്നെ ഇവിടെ താഴ്ത്തി എൻ്റെ സ്വയത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി താഴ്ത്തി അങ്ങ് ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താലിനെ കഴുകണം, അവിടുത്തെ സ്നേഹത്താൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെയും ശരീരത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കുമെന്നാണ് റോമർ 8:13 നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജഡത്തിൻ്റെതായ പല കാര്യങ്ങളെല്ലാം മരിപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു ജീവൻ്റെ സമൃദ്ധി, അവിടെ ഒരു സമാധാനം, സന്തോഷം, അവിടെ പരിശുദ്ധാത്മാവ് നമ്മൾ ആത്മാവിൽ വിതയ്ക്കുക. ആത്മാവിൽ വിതച്ചാൽ വേദത്തിൽ പറഞ്ഞാൽ ഗലാത്യർ 6:7-8 വാക്യങ്ങൾ നമ്മളെന്താ വായിക്കുന്നത്? ആത്മാവിൽ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും, ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
ആത്മാവിൽ ഉദിക്കുമ്പോഴാണ് ഈ കുഞ്ഞാടിൻ്റെ മുദ്ര തെളിഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് നമ്മളങ്ങ് കീഴടങ്ങുന്നു. പരിശുദ്ധാത്മാവ് ചില സമയത്ത് നമ്മളോട് മിണ്ടാതിരിക്കാനായിരിക്കും പറയുന്നത്, ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില സമയത്ത് സ്ട്രോങ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു സമയത്താണെങ്കിലും ആ പരിശുദ്ധാത്മാവിൻ്റെ ഫ്രീഡത്തിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പം ആത്മാവിൽ വിധിക്കുമ്പോൾ അവിടെ നിത്യജീവൻ, അധികമായിട്ട് ദൈവത്തിൻ്റെ ജീവൻ, പരിശുദ്ധാത്മാവിൻ്റെ കർത്താവിനെ അറിയുന്നതാണ്, പിതാവിനെ യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് നമ്മൾ യോഹന്നാൻ 17:3 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം യേശുവിനെ അറിയുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെതായ ആ ജീവൻ, ആദ്യം അന്തമില്ലാത്ത ജീവൻ, അയോണിയസ് വഴി ആദ്യം അന്തമില്ലാത്ത ജീവൻ, അത് ദൈവത്തിൻ്റെ ജീവൻ നമ്മളൊന്ന് നിറയുന്നു. ആത്മാവിൽ വിതയ്ക്കുമ്പോൾ നമ്മൾ നിത്യജീവനെ കൊയ്യും, അധികമായിട്ട് ദൈവത്തിൻ്റെ ജീവൻ, കുഞ്ഞാടിൻ്റെ മുദ്ര തെളിഞ്ഞു വരുന്നു. എന്നാൽ നമ്മൾ ജഡത്തിൽ വിതയ്ക്കുമ്പം നമുക്ക് എനിക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടം, നമ്മളുടെ അലസത, നമ്മളുടേതായ ചില പരാതിയും വെറുപ്പും, അല്ലെങ്കിൽ നമ്മളുടേതായ സ്വന്തം അജണ്ട, ദൈവം എന്താ ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യമൊന്നും നോക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവിടെ മാർത്തയെ പോലെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. അപ്പോൾ അവിടെ മൃഗത്തിൻ്റെ മുദ്ര എന്ന് വെച്ചാൽ എന്താ, ജഡത്തിൽ വിതയ്ക്കുമ്പം നാശം, അത് നമ്മളുടെ ആത്മീയമായിട്ടുള്ള ആ ഒരു ഡ്രൈനെസ്സിലേക്ക്, ഒരു വരൾച്ചയിലേക്ക്, അവിടെ ഒരു ശുഷ്കിച്ച അവസ്ഥയിലേക്ക്, വരണ്ട ഊഷരാവസ്ഥയിലേക്ക് അത് പോകുന്നൊരവസ്ഥയുണ്ടാകുന്നു. അപ്പം ആ കാര്യങ്ങൾ, അതിൻ്റെ ഒരു ആത്മീയാർത്ഥം നമ്മൾ ആ മൃഗത്തിൻ്റെ മുദ്ര എന്നുള്ളതിൽ നമ്മളിപ്പോൾ അന്തിമോചന പുസ്തകത്തിൽ ഒരു ആത്മീയ അത് നമ്മൾ അന്തിമോചന പുസ്തകത്തിൽ നമ്മളിപ്പോൾ ഒരു റെഫറൻസും കൂടെ നമ്മൾ കേട്ടായിരുന്നു. എന്താ, എക്ലേസിയാസ്റ്റസ് സഭാപ്രസംഗി 3:18 സഭാപ്രസംഗി 3-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അതിൻ്റെ സഭാപ്രസംഗി 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. സഭാപ്രസംഗി 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഐ സെറ്റ് മൈസെൽഫ്, പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യർ നിമിത്തമത്രേ, ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. ഓരോ ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിലുള്ള ആ ഒരു ജഡത്തിൽ യാതൊരു നന്മയും ഇല്ല എന്ന് പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ തന്നെ തിരിച്ചറിഞ്ഞു. അതാ റോമർ 7:18 വായിക്കുന്നു. നമ്മൾ പലപ്പോഴും റോമർ 7:18 എന്ന് കോട്ട് ചെയ്യുന്നു, ജഡത്തിൽ യാതൊരു നന്മയില്ല എന്ന്. പൗലോസിനൊരു വെളിപ്പാടായിരുന്നു, തൻ്റെ ജഡത്തിൽ യാതൊരു നന്മയില്ല എന്നുള്ളൊരു കാര്യം. എന്ന് പറയുന്നത് പോലെ ആ ജഡത്തിൻ്റെ സ്വഭാവം, യഥാർത്ഥത്തിൽ ആ ജഡത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ സ്വഭാവം, തങ്ങൾ വെറും. അപ്പം അത് ഐ സെറ്റ് മൈസെൽഫ് കൺസേണിംഗ് ദ സൺസ് ഓഫ് മെൻ, ഗോഡ് ഹാസ് ഷുവർലി ടെസ്റ്റഡ് ദം ഇൻ ഓർഡർ ഫോർ ദം ടു സീ ദാറ്റ് ദേ ആർ ബട്ട് ബീസ്. യഥാർത്ഥത്തിൽ ഈ ഉള്ളിൽ ഈ ജഡത്തിൽ ഒരു നന്മയില്ല, ഇത് മൃഗീയമായ അല്ലെങ്കിൽ മൃഗത്തെക്കാട്ടി മോശമായ പൈശാചികമായ സ്വഭാവമേ ഉള്ളൂ ഈ ജഡത്തിൽ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ശോധന കഴിക്കുന്നത്. നമ്മൾ ദൈവം പല ടെസ്റ്റിലൂടെ, പല പ്രശ്നങ്ങളിലൂടെ, പല പ്രതിസന്ധികളിലൂടെയൊക്കെ കടത്തി വിടുമ്പോൾ അവിടെ നമ്മളുടെ ജഡത്തിൽ യാതൊരു നന്മയില്ല, നമ്മൾ ആ ഒരു മൃഗതുല്യമാണ് നമ്മുടെ ജഡം എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമായിട്ട് അതിനെ കാണുമ്പോഴാണ് നമ്മളെ ജീവിതത്തിൽ അതുപോലൊരു പ്രാർത്ഥന വരും. എന്താ, ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ കേട്ടു, ദൈവമേ ഞാൻ എത്ര അന്ധനാണ്, അവിടുത്തെ പുത്രനാകാനാണ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതെന്നാൽ ഞാനൊരു മൃഗത്തോളം അധപ്പതിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കോപവും ക്രോധവും കുറ്റാരം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ കുറേ കലബല കൂട്ടുന്നതും, പല കാര്യത്തിൽ നമ്മളുടെ പരാതിയും പെറുവെറുപ്പും അതുപോലെയൊക്കെയുള്ള അസൂയയും കയ്പും നികളവും എല്ലാമൊക്കെ വരുമ്പോൾ എന്താ വരുന്നത്, ഒരു മൃഗത്തോളം അധപ്പതിച്ചിരിക്കുന്നു, കരുണ തോന്നി എന്നെ വ്യത്യാസപ്പെടുത്തണമേ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തു ശിഷ്യൻ്റെ കരച്ചിൽ. നമുക്കെല്ലാവർക്കും അതേ ജഡം തന്നെ ഉള്ളത്, ഒരേ ജഡം തന്നെ ഉള്ളത്. യേശുവും ഇതേപോലൊരു ജഡത്തെ, പാപമില്ലാത്ത ജഡമായിരുന്നു. എന്നുവെച്ചാൽ കർത്താവിനും സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് സ്വന്തം ഇഷ്ടത്തിന് ഒരിക്കൽ പോലും കീഴടങ്ങാതെ കർത്താവ് പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമ്പൂർണ്ണമായിട്ടും തന്നെ ഇങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് മുന്നോടിയായിട്ട് കർത്താവ് ഒരു പെർഫെക്റ്റ് ലൈഫ് ജീവിച്ചു. കർത്താവ് നമ്മളെപ്പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു. നമ്മൾ ഏതൊക്കെ പാപത്തിനായിട്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു, കോപിക്കാനോ ക്രോധിക്കാനോ അശുദ്ധമാകാനോ അല്ലെങ്കിൽ കയ്പാകാനോ അസൂയപ്പെടാനോ, ഏതിനൊക്കെ നമുക്കൊരു പരീക്ഷ ഉണ്ടാകുന്നു, അതുപോലെ എല്ലാത്തിലും കർത്താവ് നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന് ഞാനല്ല പറയുന്നത്. ഇവിടെ ഹെബ്രായർ 4:15 ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനല്ല പറയുന്നത്. അപ്പോൾ യേശു നമ്മെപ്പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ കർത്താവ് ഒരിക്കൽ പോലും മൃഗത്തിൻ്റെ സ്വഭാവം എടുത്തില്ല, മറിച്ച് കുഞ്ഞാടിൻ്റെ സ്വഭാവം യേശുവിലെ പരിപൂർണമായിട്ടും തെളിഞ്ഞു വന്നു. പിതാവിൻ്റെ സ്വഭാവം, എന്നെ കണ്ടവർ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ 14:9 ഫിലിപ്പോസിനോട് കർത്താവ് തന്നെ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രി പറയുന്നത് പോലെ. അപ്പോൾ ആ ഒരു കാര്യവും നമ്മളിവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ താഴോട്ട് വായിക്കും, മൃഗത്തിന് മുദ്രയുള്ളവർ അതിന് അങ്ങനെ നമ്മൾ തിരിച്ച് വെളിപ്പാട് ദിവസം 16:2 ഇപ്പം നമ്മൾ വായിച്ചു. അങ്ങനെ ഒരു ഭൂമി മേലുള്ള ന്യായവിധി. പിന്നെ രണ്ടാമത്തവൻ, അതായത് രണ്ടാമത്തെ ക്രോധകലശം ഒഴിക്കപ്പെടുന്ന രംഗമാണ് നമ്മളിപ്പം കാണുന്നത്. വെളിപ്പാട് പുസ്തകം 16:3 രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു.
നമ്മൾ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പം ഈ ദൈവവചനം എത്ര എക്സാക്റ്റ് ആയിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അവിടെ ഈ ക്രോധകലശം ഇവിടെ സമുദ്രത്തിലേക്ക് ഒഴിച്ചു എന്ന് ഇവിടെ 3-ാമത്തെ വാക്യം 16:3 പറയുന്നു. 8-ാമത്തെ വാക്യം 8-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ടു. അവിടെയും സമുദ്രത്തിലാണ് ന്യായവിധി ഉണ്ടാവുന്നത്. കടലിൽ 1/3 രക്തമായി തീർന്നു. ആദ്യത്തെ ക്രോധകലശം ഭൂമിയിലേക്ക്, പിന്നെ സമുദ്രത്തിലേക്ക്, അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രോധകലശങ്ങളും കാഹളങ്ങളും ഒരേ സമയത്ത് നടക്കുന്നതാകാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. 3-ാമത്തെ വാക്യം 16:3, രണ്ടാമത്തവൻ, അതായത് 2-ാമത്തെ ദൂതൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ, മരിച്ചവൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളുടെ രക്തവും മരിച്ചയാളുടെ രക്തവും തമ്മിൽ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. മരിച്ചവൻ്റെ രക്തം പോലെ, അതാ നമ്മൾ വായിക്കുന്നത് ബ്ലഡ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഡെഡ് മാൻ, അതുപോലെ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം. മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു എന്താ സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. എവറി ലിവിങ് തിങ് ഇൻ ദ സീ ഡൈഡ് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ 3-ാമത്തെ ദൂതൻ ഊതുന്ന കാര്യം 16-4 വാക്യത്തിൽ വായിക്കുന്നത്. 16-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ 3-ാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. സ്പ്രിങ്സ് ഓഫ് വാട്ടേഴ്സ്. ദെൻ ദ തേർഡ് ഏഞ്ചൽ poured out his bowl into rivers and the springs of waters and they became blood. അത് 4-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. 8-ാം അധ്യായത്തിൽ നമ്മൾ തിരിച്ച് 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? 3-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര്. ആ നക്ഷത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഭൂതാത്മാവാകാം എന്നുള്ള കാര്യമൊക്കെ, വേംവുഡ്, കാഞ്ഞിരം എന്നുള്ള പേര് എന്നുള്ള കാര്യമൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അപ്പം സ്പ്രിങ്സ് ഓഫ് വാട്ടേഴ്സ്, പുഴകൾ, നീരുറവുകൾ, അതിന്മേലൊക്കെയാണ് മൂന്നാമത്തെ ന്യായവിധി. അത് രക്തം പോലെ ആയിത്തീർന്നു എന്നുള്ള കാര്യവും നമ്മളിവിടെ വായിക്കുന്നത്. പിന്നെ 5-ാമത്തെ വാക്യം 16-ാം അധ്യായത്തിൻ്റെ, അപ്പം നമ്മളിപ്പം വായിച്ചു, അവ രക്തമായി തീർന്നു. അപ്പം കുടിക്കാൻ വെള്ളമില്ല, എന്താ കുടിക്കാൻ വെള്ളമുള്ളതല്ല, രക്തമായി തീർന്നു. അപ്പം കിണറും സ്പ്രിങ്സ് ഓഫ് വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ കിണറ്റിലെ വെള്ളമെല്ലാം അതിൽ നീരുറവുകളായിട്ടുള്ള സ്പ്രിങ്സ് ഓഫ് വാട്ടേഴ്സ് ഉള്ള എല്ലാം രക്തമായി തീർന്നു. കിണറ്റിലെ വെള്ളമെല്ലാം രക്തമായിട്ട് തീർന്ന പൈപ്പിലൂടെ എന്തായിരിക്കും വരുന്നത്? മരിച്ച ആളുടെ രക്തം പോലെയുള്ളത് പൈപ്പിലൂടെ വരുന്നു. നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. എന്നാൽ ദിവസമാഴ്ച ഇത് നടക്കുമ്പോൾ നമ്മൾ ഇവിടെ ഈ പറയുന്ന നമ്മൾ കേൾക്കുന്ന ആരും ഇവിടെ ഉണ്ടായിരിക്കരുത്. എന്തുകൊണ്ടാണ് ഇത് നടക്കുമ്പോൾ? ഇത് സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണിത്. നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് നല്ല മനസാക്ഷിയോടെ കർത്താവിൽ വസിച്ച് കർത്താവിൻ്റെ വരവിൻ നാളിൽ നമ്മൾ എടുക്കപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഈ പൈപ്പ് തുറക്കുമ്പം രക്തം വരത്തില്ല. അന്ന് ഈ കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ളവരുടെ മേലുള്ള ന്യായവിധിയാണ് നമ്മൾ ഈ വായിച്ചു വരുന്നത്. അപ്പോൾ അത് നമ്മളിപ്പം 4-ാമത്തെ അവ രക്തമായി തീർന്നു. പിന്നെ 5-ാമത്തെ വാക്യം, അപ്പോൾ ജലാധിപതിയായ ദൂതൻ, ജലാധിപതിയായിട്ടുള്ള ദൂതനുണ്ടോ? ഏഞ്ചൽ ഓഫ് ദ വാട്ടേഴ്സ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ 14-ാം അധ്യായത്തിൽ ഏഞ്ചൽ ഹു ഹാസ് ദ പവർ ഓഫ് ഫയർ, ദൂതന്മാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ നമ്മൾ 14-18 നമ്മൾ വായിച്ചു. അപ്പം തീയുടെ മേൽ അധികാരമുള്ള ദൂതനുണ്ട്, വെള്ളത്തിൻ്റെ മേൽ അധികാരമുള്ള ദൂതനുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട കാര്യമില്ല. അറിയേണ്ട കാര്യങ്ങൾ ദൈവം വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ഏതൊക്കെ ദൂതനെ ഏതൊക്കെ ഇൻചാർജ് ഉള്ളതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ സിറ്റിംഗ് ഉള്ള അർത്ഥത്തിൽ ആയിരിക്കുന്നവൻ, ഹു ഈസ് വാസ്, അതാ ഹു റൈച്ചസ് ആർ യു ഹു ആർ ആൻഡ് ഹു വേ എന്നുള്ളൊരു കാര്യം. അതാ ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവയെ നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാനാകുന്നു. അപ്പോൾ ഇത് കഷ്ടമായിപ്പോൾ, ഇത് കുറച്ച് കൂടിപ്പോയി എന്നല്ല ജലാധിപതിയായിട്ടുള്ള ദൂതൻ പറയുന്നത്. മറിച്ച് എന്താ, കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് വളരെ കണിശമായിട്ട് ഇത് അളന്നു തൂക്കിയ കർത്താവ്
കൊടുത്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം, അത് ദൈവത്തിൻ്റെ ഒരു ന്യായ ദൈവത്തിൻ്റെ നീതിന്യായ ബോധം അത് ഏറ്റവും കറക്റ്റാണ് എന്നുള്ളൊരു കാര്യം വേറെ ഒരു ദൂതൻ പറഞ്ഞില്ലെങ്കിലും ദൈവം കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ അവിടെ ജലാധിപത്യ ദൂതന് ആ ദൈവത്തിൻ്റെ ന്യായബോധം കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് അങ്ങ് പറയുന്നത് പോലെ, റൈച്ചസ് ആയു, വളരെ നീതിമാനാകുന്നു കർത്താവേ അങ്ങ്, ഹു ആർ, അവിടുന്ന് ഇരിക്കുന്നവനാണ്, അവിടുന്ന് ആയിരിക്കുന്നവനാണ്, അവിടുന്ന് ഇറ്റേണൽ പ്രസൻറ്റിലുള്ളവരാണ്, ആൻഡ് ഹു വേർ. അപ്പോൾ പാസ്റ്റിൽ എന്തൊക്കെയോ നടന്നു, അതുകൊണ്ട് അവർക്ക് ഭൂതകാലത്ത് അവരെന്തൊക്കെയോ തോന്നിവാസങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അവർക്കിപ്പം കുടിക്കാൻ വെള്ളമില്ലാതെ രക്തം വരുന്നത് പൈപ്പ് തുറക്കുമ്പോൾ. എന്തുകൊണ്ടാണ്? ഹു വേർ, ദൈവം ആയിരിക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തിന് അറിയാം എന്താ പാസ്റ്റിൽ നടന്നെന്നുള്ള കാര്യം. അതുകൊണ്ട് ദൈവം ഇപ്പം ഈ പ്രസൻറ്റിൽ അവിടെ നടക്കുന്ന സമയത്ത് എന്നാൽ വരുന്നവെന്നുള്ള ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഇവിടെ പറയുന്നില്ല. എന്ന് വെച്ചാൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ദൈവം പാസ്റ്റ് നടന്നതിൻ്റെ കാര്യമാണ് ഇപ്പം പ്രസൻറ്റിൽ, ഭൂതകാലത്ത് നടന്നതിൻ്റെ കാര്യമാണ് ഇപ്പം വർത്തമാനകാലത്തിൽ നല്ല ഉരുളയ്ക്ക് ഉപ്പേരും മാതിരി കർത്താവ് ടിറ്റ് ഫോർ ടാറ്റായിട്ട് കൊടുത്തേക്കുന്നത്. അതാ നമ്മളിപ്പം വായിക്കുന്നേ. അതാ ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, ഹോളി വൺ, ദൈവം പരിശുദ്ധനാണ്. ദൈവം ഏഷ്യാവ് 6 സെറാഫുകൾ അവരാർത്ത് പറഞ്ഞത് എന്താ? പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹോളി 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 ഈസ് ദ ലോർഡ് ഗോഡ് ഓൾ മൈറ്റി. പരിശുദ്ധനായിട്ടുള്ള ദൈവം, അത്ര അധികം പരിശുദ്ധനായ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനായ ദൈവം. നമുക്ക് 1 തിമോത്തിയോസ് 6 നമ്മൾ വായിക്കുന്നത് പോലെ, ഹു ആർ ആൻഡ് ഹു വേ ഓ ഹോളി വൺ ബിക്കോസ് യു ജസ്റ്റ് ദീസ് തിങ്സ്, നീ ഇങ്ങനെ ന്യായം വിധിച്ചുകൊണ്ട് നീ നീതിമാനാകുന്നു. 6-ാമത്തെ വാക്യം, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട്. അപ്പം വെറുതെ ദൈവം അങ്ങ് കൊടുക്കുമല്ലേ, ഇവർ മോശക്കാരൊന്നുമല്ല. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ, വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ എല്ലാ ദൈവമക്കളെയും കുറിക്കുന്ന ഒരു വാക്ക് വിശുദ്ധന്മാർ എന്നുള്ള വാക്യം നമ്മുടെ വചനത്തിൽ നമുക്കറിയാം. എഫേസ്യർ 1:1 എഫേസ്യർ സഭയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്ന പറയുമ്പോൾ എല്ലാ ദൈവമക്കളും വിശുദ്ധന്മാരാണ് ദൈവത്തിൻ്റെ കണ്ണിൽ. എന്നാൽ പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ പ്രവചന ദൂതുവായിട്ട് ദൈവത്തിനുമായിട്ട് ആ കാലഘട്ടത്തിനൊരു സന്ദേശമായിട്ട് എഴുന്നേറ്റ പ്രവാചകന്മാരെ എസ്പെഷ്യലി ഒന്നുകൂടി എടുത്ത് പറഞ്ഞു, ബ്ലഡ് ഓഫ് സെയിൻസ് ആൻഡ് പ്രോഫിറ്റ്സ്. എന്നുവെച്ചാൽ ആ പ്രവാചകന്മാരാണ് നേതാക്കന്മാരായിട്ട് സഭയ്ക്കുള്ളത്. അപ്പോൾ അവരെ ഒക്കെ എതിരായിട്ട് ആ സാധാരണ കൂടുതൽ രോഷം. അതാ വിശുദ്ധന്മാരെയും പ്രവാചകന്മാരുടെയും രക്തം ആര് ചൊരിഞ്ഞു? അതാ 6-ാമത്തെ വാക്യം 16:6, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട്, they poured out the blood, അവർ രക്തം ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിക്കുവാൻ കൊടുത്തു. അതിനവർ യോഗ്യർ തന്നെ, അതിനെ യോഗ്യർ തന്നെ, അത് ദേ ആർ വേർതി, അവർ യോഗ്യർ എന്നുള്ള ആക്സിയാസ് എന്നുള്ള അതേ ഗ്രീക്ക് പദം തന്നെയാണ് നമ്മളിപ്പം നമ്മൾ പന്തിഭോജ്യം പുസ്തകത്തിൽ നമ്മളത് വായിച്ചു. ഞാൻ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് നമുക്ക് നേരമില്ലെങ്കിലും 3-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ കർത്താവിനോട് വെള്ള ഉടുപ്പിൽ നടക്കാൻ ജയിക്കുന്നവർ യോഗ്യർ തന്നെ എന്ന് പറയുന്ന അതേ യോഗ്യർ എന്നുള്ള അതേ ആക്സിയാസ് അല്ലെങ്കിൽ വേർതി എന്നുള്ള പദം തന്നെ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപ്പാട് 3:5 അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. അപ്പം വെള്ള ധരിച്ചുകൊണ്ട് നടക്കാൻ വിശുദ്ധന്മാർ യോഗ്യന്മാരാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇവർക്ക് ഈ രക്തം കുടിക്കാൻ ഇവരും യോഗ്യരാണെന്ന് ജലത്തിന് അധിപതിയായിട്ടുള്ള ദൂതൻ പറയുക എന്ന് പറഞ്ഞാൽ അവർ ദൈവമക്കളുടെ രക്തം ചിന്തിയവരാണ്. അതുകൊണ്ട് ഇപ്പം ദൈവം അവരുടെ വെള്ള രക്തമാക്കി തീർത്തിരിക്കുന്നു. അത് ഉരുളയ്ക്ക് ഉപ്പേര് പോലെ വളരെ കറക്റ്റായിട്ടുള്ള ന്യായവിധിയാണെന്ന് ഈ ജലത്തിന് അധിപതിയായിട്ടുള്ള ദൂതൻ പറയുക. അത് നമ്മൾ സങ്കീർത്തനം 18, 25, 26 വാക്യങ്ങളൊക്കെ നമ്മളിപ്പം വായിച്ചു കേട്ടു. മറ്റുള്ളവരോട് ദൈവം എങ്ങനെ, ദയാലുവോട് നീ ദയാലുവാകുന്നു, വക്രനോട് നീ വക്രത കാട്ടുന്നു. നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ദയാലുവായിരിക്കുമ്പോൾ ദൈവം നമ്മളോടും ദയാലുവായിരിക്കും. നമ്മൾ വക്രതയോടെ ചില കുശാഗ്ര ബുദ്ധിയും ചില കുരുട്ട് ബുദ്ധിയും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ദൈവം അതുപോലെ നമ്മളോട് പെരുമാറും എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ടു ദ ആസ്റ്റ്യൂട്ട് ഹീ റിവീൽസ് ഹിംസെൽഫ് ടു ബി ആസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ വക്രത. ഞാൻ 18-ാം സങ്കീർത്തനം ഒന്ന് എടുത്തോട്ടെ. 18-ാം സങ്കീർത്തനത്തിൻ്റെ അതുകൂടെ വായിച്ച് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ പോർഷനിലുണ്ട്. അത് നമുക്ക് ദൈവം സഹായിച്ച അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാമല്ലോ, സമയം അതിക്രമിച്ചു പോയല്ലോ. 18-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു. 26-ാമത്തെ വാക്യം, വക്രനോട് നീ വക്രത കാട്ടുന്നു. ക്രുക്കഡ് യു ഷോ യുവർ, ദൈവം വക്രനോട് നീ വക്രത കാണിക്കുന്നു. വിത്ത് ക്രുക്കഡ് യു ഷോ യുവർ സെൽഫ് ആസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ വക്രത കാണിക്കുന്നവരോട് ദൈവം വളരെ കാർക്കശ്യത്തോടെ അതുപോലെ ആയിരിക്കും ദൈവം
കാര്യങ്ങൾ ദൈവം അവരോട് ചോദ്യം ചോദിക്കുന്നത്. ദൈവം വളരെ നീതി ന്യായമുള്ള ദൈവമാണെന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പം ഇവിടെ വചനത്തിൽ കാണുന്നത്. പിന്നെ ദൈവത്തിൻ്റെ ആ ന്യായവിധി, പിന്നെ അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്. അവണ്ണൻ യാഗപീഠവും അതേ സർവശക്തിയുള്ള ആ യാഗപീഠത്തിൽ നിന്നുമുള്ള ഒരു ശബ്ദം കേൾക്കുവാണ്. അതേ 7-ാമത്തെ വാക്യം 16:7, അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ജലത്തിന് അധിപതിയായിട്ടുള്ള ദൂതൻ മാത്രമല്ല, അവിടെ ഫ്രം ദ ഓൾട്ടർ യാഗപീഠത്തിൽ നിന്നും കേൾക്കുന്നു എന്ന് പറയുമ്പം ഒരുപക്ഷെ അവിടെ യാഗപീഠത്തിൻ്റെ കീഴെ മാട്ടിയോടായിട്ടുള്ള രക്തസാക്ഷിത്വം വഹിച്ച അനേകരെ കുറിച്ച് നമ്മൾ അത് പഴയ നിയമത്തിലെ രക്തസാക്ഷികളെ കുറിച്ച് വെളിപാട് 6-9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ 5 മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവജന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. അപ്പോൾ ആ യാഗപീഠത്തിന് കീഴിലുള്ള അവർ ന്യായവിധിക്കായിട്ട് പറയുന്ന ആത്മാക്കളാണ്. അതുകൊണ്ട് അത് പഴയ നിയമത്തിൻ്റെ വിശുദ്ധന്മാരായിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. അവരുടെ ശബ്ദമായിരിക്കാം ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന 16-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യത്തിൽ അതുപോലെ യാഗപീഠവും എന്ന് പറയുമ്പോൾ യാഗപീഠത്തിൽ നിന്നും ഇങ്ങനൊരു ശബ്ദം കേൾക്കും. അതേ അപ്പം ദൂതൻ പറയുമ്പോൾ ഇവിടെ നിന്നും ഏറ്റുപിടിച്ച് പറയാൻ വേണ്ടി അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, ഓൾമൈറ്റി എന്നുള്ള പാൻഡാക്രേറ്റർ എന്നുള്ള 9 തവണ വെളിപാട് പുസ്തകത്തിൽ വരുന്നതിൽ ഒരു തവണ ഇവിടെ നമ്മൾ ഈ കാണുന്ന 16-ന്റെ ഈ വാക്യത്തിലാണ്. വെളിപാട് 16-ന്റെ ഈ 7-ാമത്തെ വാക്യത്തിലാണ് നമ്മളിപ്പം വായിച്ച്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നിന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ. സത്യമുള്ളവയാണ്, ട്രൂ ആണ്, നീതിയുള്ളവാണ്, റൈച്ചസ് ആണ്. ദൈവത്തിൻ്റെ ആ നീതിയുള്ളവ, നിന്റെ ന്യായവിധികൾ നീതിയുള്ളവ, റൈച്ചസ് ജഡ്ജ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ വീണ്ടും വചനത്തിൽ വായിക്കുന്നു. പിന്നെ 8-ാമത്തെ വാക്യത്തിൽ നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. പക്ഷേ ഈ 4 ഇടങ്ങളിലുള്ള ന്യായവിധിയാണ് നമ്മൾ കാണുന്നത്. എന്താ? ഭൂമിമേല്, സമുദ്രത്തിൻ്റെ മേല്, ജലാശയങ്ങളുടെ മേല്, സൂര്യൻ്റെ മേല്. എന്നാൽ നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ 14-ാം അധ്യായത്തിൽ അതിൽ 7-ാമത്തെ വാക്യത്തിൽ നമ്മുടെ മലയാളം പരിഭാഷയിൽ അവിടെ ഒരു റെഫറൻസിനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പ്രിൻറ്റിങ് എറർ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അന്തിമോചന പുസ്തകത്തിൽ 7-14 അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. 14-7 ഇംഗ്ലീഷിൽ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെളിപാട് 14-7 ഈ 4 കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുകയും അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും. ആകാശം എന്ന് പറയുമ്പോൾ അവിടെ സൂര്യൻ്റെ മേലുള്ള ന്യായവിധിയെക്കുറിച്ച് നമ്മളിവിടെ 16-ാം അധ്യായത്തിൽ വായിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും, ഈ 4 കാര്യങ്ങളുടെ മേലാണ് ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നതെന്നുള്ള കാര്യം. അപ്പം ഇത് എന്താ നമ്മൾ വായിക്കുന്നത്? ഹെവൻ, എർത്ത്, സീ, സ്പ്രിങ്സ് ഓഫ് വാട്ടർ. ആ 4 കാര്യങ്ങളും ഉണ്ടാക്കിയവനെ, അതിനെല്ലാം ഉളവാക്കിയവനെ, അതെല്ലാം സൃഷ്ടിച്ചവനെ നമസ്കരിക്കുവിൻ. അല്ലാതെ ഈ സൃഷ്ടികളെ നമസ്കരിച്ചുകൊണ്ടിരിക്കാതെ ചിലർ ഭൂമിയെ ആരാധിക്കുന്നു, ചിലർ സൂര്യനെ ആരാധിക്കുന്നു, ചിലർ സമുദ്രത്തെ ആരാധിക്കുന്നു, ചിലർ നീരുറവുകളെ ആരാധിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ അതിനെയൊക്കെ സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ, നമസ്കരിക്കുവിൻ എന്നുള്ളൊരു ആഹ്വാനം വരുന്നതായിട്ട് നമ്മൾ 14-7 നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതൊന്നും കണക്ക് കൂട്ടാതെ വീണ്ടും അവയെ തന്നെ ആരാധിച്ചുകൊണ്ടേ ഇരുന്നു. അവർ വിശുദ്ധന്മാരുടെ രക്തമൊക്കെ ചിന്തി അങ്ങനെ പോയിട്ടുള്ളവരെ. പിന്നെ ദൈവത്തിൻ്റെ ന്യായവിധി വരുമ്പം ദൈവം വളരെ 1, 2, 3, 4 എന്നുള്ള ഓർഡറിൽ ഭൂമിയിൽ, സമുദ്രത്തിൻ്റെ മേലെ, നീരുറവയുടെ മേലെ, സൂര്യൻ്റെ മേലെ ഈ ന്യായവിധികൾ ഓരോന്നായിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ചുകൂടെ കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. സമയം അതിക്രമിച്ചുകൊണ്ട് ഞാനിപ്പം കൺക്ലൂഡ് നിർത്താം. എന്നാൽ കർത്താവ് എത്ര കാർക്കശ്യമുള്ള ദൈവമാണ്. എന്നാൽ ആ ദൈവം എത്ര കരുണയോടെ നമ്മളോട് പെരുമാറുന്നു. ദൈവം എത്ര നീതിമാനാണ്, എത്ര ന്യായമുള്ളവനാണ്. എന്നാൽ ദൈവം എത്ര സ്നേഹവാനാണ്. നമ്മൾ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കാർക്കശ്യത്തെയൊക്കെ നമ്മളങ്ങ് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് നമ്മൾ എടുക്കാൻ നമ്മളൊന്നുമില്ല. കർത്താവിൻ്റെ കരുണയാൽ നമ്മളായിരിക്കുന്നു. നമ്മൾ ഞെളിഞ്ഞു പോകാതെ ഭയപ്പെടുവിൻ എന്നൊക്കെയാണ് നമ്മൾ റോമർ 11-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ആ ഒരു ദൈവഭയം, ദൈവം എത്ര ഭയങ്കരനായ ദൈവം, ഭയങ്കരൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥത്തിൽ എത്ര ഭയബഹുമാനത്തോടെ നാം പലരും ദൈവത്തെക്കുറിച്ചൊക്കെ എത്ര നിന്ദ്യമായിട്ട് പല തമാശയൊക്കെ. ഇപ്പം തന്നെ അവിടെ പാരീസിലെ ഒളിമ്പിക്സിൽ ക്രിസ്തീയതയൊക്കെ വളരെ ഇകഴ്ത്തി കാട്ടുന്ന രീതിയിലുള്ള പല പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന എത്ര
എത്ര നിന്ദ്യമായിട്ടാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളും യേശുവിൻ്റെ കാര്യങ്ങളും ക്രിസ്തീയതയുടെ കാര്യങ്ങളുമൊക്കെ ഇന്ന് ലോകക്കാർ കാട്ടിക്കൂട്ടുന്നത്. ഇന്ന് ദൈവം എത്ര തീക്ഷ്ണതയുള്ള അത്ര സർവശക്തിയുള്ള ദൈവമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്കൊന്നും അറിയത്തില്ല. അവരുടെ അറിവില്ലായ്മയിൽ അവർ ചെയ്തവർ അവർ മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ അവർ രക്ഷയിലേക്ക് വന്നില്ലെങ്കിൽ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് നമ്മൾ ഗലാത്യർ 6:7 നമ്മളിപ്പം ആത്മാവിൽ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും, ജഡത്തിൽ വിതച്ചാൽ നിത്യമായിട്ടുള്ള നാശം കൊയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആ വാക്യം ഞെളിയാതെ ഭയപ്പെടുക 11:20 റോമർ 11:20 ദ ഡു നോട്ട് ബി കൺസീറ്റഡ് ബട്ട് ഫിയർ അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നിന്ന് നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക, വിശ്വാസത്താൽ നമ്മൾ ഈ കർത്താവായ ഫലപ്രദമായ വേരിനെ പങ്കാളിയായി തീർന്ന് നിൽക്കുന്നു. കാട്ടലുമായിരുന്നു നമ്മളെ ഈ നാട്ടലുവിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിഗളിക്കാനൊന്നുമില്ല. കർത്താവെ അവിടുത്തെ കരുണ, അവിടുന്ന് ഇത്രയോടെ ദീർഘക്ഷമയോടെ എത്രയോ അവസരങ്ങൾ നമുക്ക് വചനം കേൾക്കാനും മാനസാന്തരപ്പെടാനും അടുത്തിലേക്ക് ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ ദൈവം എത്രയോ അവസരങ്ങൾ തരുന്നു. എന്നാൽ അതൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ എനിക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കും എന്നുള്ളൊരു ധാർഷ്ട്യത്തോടെ നമ്മളങ്ങ് പോവുകയാണെങ്കിൽ അത് എത്ര വലിയൊരു നിത്യമായിട്ടുള്ളൊരു നഷ്ടമായിരിക്കും നമുക്കുണ്ടായിരിക്കുന്നത്. നമുക്ക് ഭയഭക്തിയോടെ ദൈവമുമ്പാകെ നമ്മത്തിനെ താഴ്ത്തി ഏൽപ്പിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, കർത്താവേ, അവിടുത്തെ കരുണയ്ക്കായിട്ട്, സ്നേഹത്തിനായിട്ട്, ദീർഘക്ഷമയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ആ ദീർഘക്ഷമയെ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ കർത്താവേ ഞങ്ങൾക്ക് ഒരാൾക്ക് പോലും ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എത്ര കരുണയുള്ള ദൈവം. കർത്താവേ, ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ കരുണയ്ക്കായിട്ടും മനസ്സിലുവിനായിട്ടും സ്നേഹത്തിനായിട്ടും നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് എത്ര കാർക്കശ്യമുള്ള അസൂയാലുവായ തീക്ഷ്ണതയുള്ള ദൈവമാണ് കർത്താവേ. എന്നാൽ കർത്താവേ, അവിടുത്തെ വചനത്തെയൊക്കെ കർത്താവേ അതിൻ്റേതായ സീരിയസ്നെസ്സോടെ എടുക്കാൻ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ കഴുകണം കർത്താവേ. പുതുതായിട്ടുള്ളൊരു തീക്ഷ്ണതയോടെ കർത്താവേ, ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ടു ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ് കർത്താവേ, ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ആ ഭയഭക്തി ബഹുമാനത്തോടെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സർവശക്തിയുള്ള ദൈവം, പാൻഡാക്രറ്റോർ, എല്ലാം ചെയ്യുവാൻ ശക്തിയുള്ള തേജസ്സുള്ള ദൈവം, ന്യായവിധി യുടെ മുമ്പാകെ കർത്താവെ ആ ദേവാലയത്തിലേക്ക് ആർക്കും പ്രവേശിക്കാൻ പോലും സാധിക്കാതെ കൊണ്ട് അവിടുത്തെ തേജസ് കൊണ്ട് ആ ദേവാലയം നിറഞ്ഞതായിട്ടൊക്കെ ഞങ്ങൾ വായിക്കുന്നു. എത്ര വലിയ ദൈവം കർത്താവെ. ഞങ്ങൾ എന്തുള്ളൂ, ഒരു വൈറസ് വന്ന് ബാധിച്ച മനുഷ്യൻ്റെ ജീവൻ പോകുന്നതേ ഉള്ളൂ. അത്ര ബലഹീനരായ മനുഷ്യർ. എന്നാൽ കർത്താവെ ഒന്നുമില്ലെങ്കിലും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന എന്തെല്ലാം ഒരു ഭാവമാണ് കർത്താവ് ഞങ്ങളുടെ ജഡത്തിനുള്ളത്. കർത്താവ് ആ ജഡത്തെ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ കഴുകണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളും മൃഗത്തിൻ്റെ മുദ്രയല്ല കർത്താവ് തെളിഞ്ഞു വരേണ്ടത്, മറിച്ച് കുഞ്ഞാടിൻ്റെ മുദ്ര തെളിഞ്ഞു വരട്ടെ. കുഞ്ഞാടിൻ്റെ അതേ സ്വഭാവം, യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ ആ സ്നേഹവും കർക്കശയൊക്കെ ഞങ്ങളുടെ തെളിഞ്ഞു വരട്ടെ. അതേ കർത്താവ് ആത്മാവിൻ്റെ സ്വഭാവം ആത്മാവിൽ വിതയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. നിത്യജീവനെ സമർത്ഥമായിട്ട് കൊയ്യുവാൻ സഹായിക്കണമേ. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.